ഇന്നലെ ഒരു വാട്സപ്പിനകത്തൊരു മെസ്സേജാണ്. എടാ ആലിന്തറക്കിൽ പോലീസൊക്കെ ഉണ്ട്, ബസ് ആ ജീപ്പ് തെങ്ങുംതൊപ്പൊക്കെ കയറ്റി ഇട്ടിക്കണം, അതിലാരും പോകണ്ട, പോയി കഴിഞ്ഞാൽ ഫൈന് കൊടുങ്ങും, അതുകൊണ്ട് പോകണ്ട. പക്ഷെ ലഹരിയുടെ ഒരു ഉപയോഗം ഞാൻ ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തി എന്നൊരു മകൻ, ഒരു മകൾ, ഒരു ഉപ്പയുടെ ഉമ്മയെടുത്ത് പറയുമോ? ഇല്ല. കാര്യം എന്താ? നിങ്ങളുടെ ഹൃദയം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് ആ മകനും മകൾക്കും അറിയാം. ഖത്തറിന്റെ രാജകുമാരൻ, ആ രാജാവ് ലോകത്തിന് കൊടുത്ത വലിയ സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ സന്ദേശം? നിങ്ങൾക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചാണെന്ന് പറയും, മാതാവിനെ കുറിച്ച്. പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തം, പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുമ്പോൾ ഒരാൾ പോലും പോയിട്ട് അതിന് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ മുന്നോട്ട് വരുന്നത് കാണാറില്ല. ഈ രാത്രിയിൽ എനിക്ക് തോന്നുന്നത് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു ബോധ്യപ്പെടുത്തലിനാണ് നമ്മളെല്ലാം കൂടെ കൂടിയിരിക്കണേ. ഈ ബോധ്യവും ബോധവും തമ്മിൽ വലിയ അന്തരമുണ്ട്. പക്ഷേ ഈ ഒരു അന്തരത്തിലാണ് നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നിൻ്റെ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഇന്ന് വേദിയിൽ സംസാരിച്ച ഈ മുഴുവൻ മഹത് വ്യക്തിത്വങ്ങളും, ഒരുപക്ഷെ ഞാനും സംസാരിക്കാൻ പോകുന്നത്, ഒരുപക്ഷെ ഇന്ന് മഹൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ പവിത്രമായ ഓഡിറ്റോറിയത്തിനകത്ത് നിങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം സുബോധം നഷ്ടപ്പെട്ടവരോ, അല്ലെങ്കിൽ എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ആൻസിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ടവർ ആണെന്ന ചിന്ത ഞങ്ങൾക്കും നിങ്ങൾക്കും ആർക്കുമില്ല. പക്ഷേ കേൾക്കേണ്ടവർ ഒരുപക്ഷെ ഈ സമയത്ത് ഞാനിപ്പോൾ കണ്ടിരുന്നു വരുന്ന വഴിക്ക് ആ റോഡിൻ്റെ ഇടതുവശത്തെ ബീവറേജിൻ്റെ വരികളിൽ മുകളിലും താഴെയുമായി തിക്കും തിരക്കും ഉണ്ടാക്കുന്ന, അത് വാങ്ങിക്കുടിക്കാൻ വ്യഗ്രത കാണിക്കുന്നവരെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഓപാലത്തിൻ്റെ അടിയിലോ ഏതെങ്കിലും പുഴക്കരയിലോ തെങ്ങിൻ തോപ്പിലോ ഒഴിഞ്ഞ കെട്ടിടത്തിലോ എവിടെയെങ്കിലും അവിടേക്ക് പോയിട്ടാണ് ഒരുപക്ഷെ ഞാനും പ്രിയപ്പെട്ട നിങ്ങളുടെ ബാബുരാജൊക്കെ സംസാരിക്കേണ്ടത് അവിടെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബോധമുള്ളവരാണ്. പക്ഷേ ആ ബോധമുള്ളവരോടാണ് ഈ ബോധ്യപ്പെടുത്തൽ. അതുകൊണ്ട് ഈ ബോധമുള്ളവരെന്തിനാണ് ഈ ബോധ്യം ഏറ്റുവാങ്ങുന്നത് എന്നതാണ് വലിയ ഒരു ചർച്ചയ്ക്ക് നമുക്ക് ഭാഗമാക്കേണ്ടത്. ഒരുപക്ഷെ ലോകത്തിന് നിങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സാധനം നമ്മുടെ പോക്കറ്റിലും കയ്യിലും ബാഗിലും വണ്ടിക്കകത്ത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. 4-5 വീതിയും 4-5 നീളവും 2-5 വീതിയുമുള്ള ഈ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലിരിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊരു ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിനെ വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത്രമേൽ ശക്തിയും അത്രമേൽ കഴിവുമുള്ള ഒരു മനോഹരമായ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസാണ് ഈ സാധനം. ഇതിനെ ഒന്ന് മനസ്സിരുത്തി നിങ്ങളൊന്ന് സസൂക്ഷം ശ്രദ്ധിച്ചാൽ, ഉപയോഗിച്ചാൽ ലോകത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ നമുക്കറിയാം, തലയ്ക്കകത്ത് 9 ഈയക്കട്ടകളെ വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അംഗീകാരവും അനുമതിയുമില്ലാതെ വീടിനകത്ത് പുറത്തിറങ്ങാതെ അംഗരക്ഷകരുടെ അനുമതിക്കായി പുറത്തേക്ക് ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന ഈ ലോകം നൊബേൽ പുരസ്കാരം നൽകി ആദരിച്ച യൂസഫ് മലാല എന്നൊരു പെൺകുഞ്ഞിന് തൻ്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ട് ലോകത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശതകോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ആ കുഞ്ഞുമടിക്ക് ആവുന്നുണ്ടെങ്കിൽ ലോകം അവളുടെ വാക്കിനും അവളുടെ പദസമ്പത്തിനും മുമ്പിൽ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഒരു ആധുനിക കാലത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ലോകമേറെ മുൻപോട്ട് പോയിട്ടുണ്ട്, ടെക്നോളജി ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്, വൈദ്യശാസ്ത്രവും ഏറെ മുൻപോട്ട് പോയിട്ടുണ്ട്. പക്ഷേ തലമുറകളുടെ ചിന്തകൾ, തലമുറകളുടെ അറിവ് ഒരുപക്ഷെ മുൻപോട്ട് പോകാതെ പിന്നിലേക്ക് പോവുകയാണ്. അവരുടെ അറിവേറെ മുമ്പിലാണ്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ H2O, വാട്ടർ, ജലം, വെള്ളം, പാനി, ഇതുണ്ടാകുമെന്നത് സർവ്വജനത്തിൻ്റെയും അറിവാണ്. പക്ഷെ അതേ അറിവ് തന്നെ, അതേ ജലം തന്നെ ദാഹിച്ചൊരുത്തർ വീട്ടിലേക്ക് വരുമ്പം, ഒരുപക്ഷെ ഞാൻ ഈ സദസ്സിലിട്ട് വന്നപ്പം എനിക്കും തന്നിരുന്നു, ഈ സദസ്സിൽ നിന്ന് അതേ ജലം എടുത്ത് തന്നിരുന്നു. അത് അറിവല്ല, അത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് എവിടെയാണോ നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. തിരിച്ചറിവ് എവിടെയാണോ നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ആ തിരിച്ചറിവിന് വേണ്ടി നമുക്കൊക്കെ കൈകോർക്കാൻ പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ ഈ നാട് ഇന്ന് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഏറിയ പങ്കും ഒരുപക്ഷെ കണ്ടിട്ടും കേട്ടിട്ടും ഒരുപക്ഷെ നമ്മളൊക്കെ പ്രതികരിക്കാത്തത് കൊണ്ടും ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടേതായ സമയം അതിന് മെനക്കെടുക്കാത്തത് കൊണ്ടുമാണ് ഒരുപക്ഷെ ഇന്ന് ആലത്തൂരിന്റെ ഈ മഹല് കമ്മിറ്റി, ജമാഅത്ത് മഹല് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എത്രമേൽ ആഴമുണ്ടായത് നമ്മുടെയൊക്കെ ശ്രദ്ധ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ കുറഞ്ഞു പോയതുകൊണ്ടാണ്. ഒരുപക്ഷെ
എൻ്റെ കാരണത്ത് 4 പത്രങ്ങളുണ്ട്. ആ പത്രം 1980 ജനുവരി മാസം 7-ാം തീയതി തിരുവനന്തപുരം എഡിഷൻ അച്ചടിച്ചൊരു ഒരു പത്രമാണ്. ആ പത്രത്തിനകത്ത് വാർത്ത കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്രധാന പേജ് വലിയ ഹെഡിങ് ആണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് 65 ഗ്രാം കഞ്ചാവ് പിടികൂടി എന്നാണ് വാർത്ത. വേറെ പത്രത്തിൽ വാർത്ത ഒക്ടോബർ 7-ാം തീയതി 1985 കോഴിക്കോട് എഡിഷൻ മാതൃഭൂമി പത്രം അച്ചടിച്ചിരിക്കുന്നതിന്റെ പ്രധാന വാർത്ത എങ്ങനെയാണ്? കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിൽ വെച്ച് 2 യുവാക്കളുടെ കയ്യിൽ നിന്ന് എക്സൈസ് സംഘം 80 ഗ്രാം കഞ്ചാവ് പിടികൂടി. 80 ഗ്രാം, 100 ഗ്രാം കഴിഞ്ഞിട്ടില്ല 80 ഗ്രാം കഞ്ചാവ് പിടികൂടി. വലിയ വാർത്തയായിരുന്നു. അന്നൊരു പക്ഷേ നമ്മുടെ അന്നിൻ്റെ തലമുറകൾ കടകളിലും വീടുകളിലും ഒരുപക്ഷെ ഇരുന്നു കൂടെ നമ്മൾ വായിച്ചു, നാടിൻ്റെ പോക്ക് 80 ഗ്രാം കഞ്ചാവ് പിടികൂടി, നാട്ടിൽ എങ്ങോട്ടാ നാട് പോണത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 1985 നിന്ന് 2022 ഒക്ടോബർ മാസം 21-ാം തീയതി എത്തിയപ്പോഴേക്കും ആലുവ സ്വദേശികളായ 2 യുവാക്കളുടെ കയ്യിൽ നിന്ന് മുംബൈ DRD സംഘം പിടികൂടിയത് 1498 കോടി രൂപ വില വരുന്ന മത്തലിം ഡയോക്സൈഡ് മത്താഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ് പിടികൂടി. ആരാണിത് ഉണ്ടാക്കുന്നത്? എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആരാണ് ഇത്രയും സാമ്പത്തികമായി ഇവർക്ക് ഈ പണം സ്വരൂപിച്ചു കൊടുത്തത്? വലിയ ചോദ്യമാണ്. അങ്ങനെ സർക്കാർ ഏജൻസികളും ഇതര സംവിധാനങ്ങളുമെല്ലാം അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയ നിഗമനം ലോകത്തെ ഞെട്ടിത്തരുന്ന നിഗമനത്തിലേക്ക് എത്തി. സകലവിധ സർക്കുലറുകളും സകലമാന പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും മത നേതാക്കന്മാർക്കുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഒരു മുൻകരുതൽ കൊടുത്തു. പ്രബുദ്ധ കേരളത്തിന്റെ പോക്ക് ദുരന്തത്തിലേക്കാണ്. ഈ നാട് ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തി വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് പണ്ടൊരുപക്ഷെ കല്യാണ വീടുകളിലും സദസ്സുകളിലും ഒരുപക്ഷെ ഒരു മേശയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വെറ്റില താമ്പളത്തിനകത്ത് വെച്ച വെറ്റിലയും ചുണ്ണാമ്പും കേവലം ഒരു സിഗരറ്റും ഒരുപക്ഷെ മദ്യവുമല്ല ഇനി പ്രബുദ്ധ കേരളത്തിന് പിടികൂടിയിരിക്കുന്നത്. മാരകമായ സിന്തറ്റിക് ഡ്രഗ് ഈ നാടിനെ കടന്നു പിടിച്ചിരിക്കുന്നു. നാമമാത്രമായ ഒരു വിഭാഗമാണ് ബാബുരാജ് സംവിധാനം റെക്കഗ്നൈസ് ചെയ്യുന്ന എക്സൈസ് സംവിധാനം. അവരുടെ അംഗബലം കൊണ്ട് കുറവാണ് എക്സൈസ് ആളുകൾ. പക്ഷെ ഏറ്റവും മനോഹരമായ രീതിയിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ദിക്കും ദേശങ്ങൾക്കും അവർക്ക് പരിധി വിട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് ദൈനംദിന ഡ്യൂട്ടികൾക്ക് പുറമെ ഈ ആന്റി ഡ്രഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സബ്സ്റ്റൻസുകൾ പിടിക്കാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതിനെ മെനക്കെടുന്നുണ്ട് മറ്റ് ഇതര ഡ്യൂട്ടികൾക്ക് പുറമെ. അതേപോലെ അധ്യാപകരും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ബാല്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരും എല്ലാം ഇതിനെതിരെ ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടും കേൾവി കൊണ്ടുമെല്ലാം ഇതിന്റെ പിന്നിലും മുമ്പിലും എല്ലാം ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ നാട് ഒരു വിരൽത്തുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഇതിന്റെ ലഭ്യത. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, ഈ അടുത്തിടയ്ക്കാണ് പോലീസ് സംവിധാനം പുതിയൊരു പദ്ധതി, ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. യോദ്ധാവിന് മജ്ജയും മാംസവുമില്ല, ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ്, ഒരു ക്യാമ്പയിനാണ്. അതിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ മാത്രം പറ്റില്ല, ബാക്കി മെസ്സേജുകൾ അയക്കാം, അവിടുത്തെ ലൊക്കേഷൻ അയക്കാം, അതിനകത്ത് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാം, വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാകും. ആ ഏരിയയും ദിക്കും ദേശവും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിറ്റക്ഷൻ അതിന് ഏജൻസിക്ക് കൈമാറപ്പെടുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി എന്ന പദ്ധതി കുറച്ച് നാളുകളായി തുടങ്ങി മനോഹരമായ രീതിയിൽ ആ ജനങ്ങൾക്കിടയിലും സ്കൂളുകളിലും കുട്ടികൾക്കിടയിലും അവരുടെ ഡ്രഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഡിറ്റക്ഷനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൗൺസിലിങ്ങിലും മറ്റ് സംവിധാനങ്ങളെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു. അതേപോലെ അധ്യാപകർ കരുതൽ എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള മഹലുകൾ കേരളത്തിൽ കഴിഞ്ഞ നബിദിനാഘോഷം നടന്ന വേദിയിൽ 255-60 വേദികളിൽ ഞാൻ തന്നെ പോയി, ഞാനും മകേഷും സംസാരിച്ചിട്ടുണ്ട്. എല്ലാവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ആഘോഷങ്ങൾ ഏകദേശം ഒരു 10-40 ക്ഷേത്രങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പം ആ ക്ഷേത്രങ്ങളുടെ തിരുമുറ്റം മൊത്തം ഒരുപക്ഷെ സനാതന ധർമ്മത്തെക്കുറിച്ചല്ല ഫിലിപ്പെന്ന് ഞാൻ സംസാരിച്ചത്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലമുറകളുടെ പോക്കിനെ തിരികെ പിടിക്കണം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചും ചെയ്തത്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലെ കുർബാനകൾക്ക് ശേഷം അവിടുത്തെ KCY പോലുള്ള യുവജന പ്രസ്ഥാനങ്ങളും അവിടുത്തെ വൈദികരുമെല്ലാം ഒരുപക്ഷെ പ്രിയപ്പെട്ട നമ്മുടെ അച്ഛനടങ്ങുന്ന ഈ അച്ഛനെ മേൽനോട്ടം നയിക്കുന്ന ഞങ്ങളുടെ ക്രിസ്തീയ സഭ മേൽനോട്ടങ്ങളെല്ലാം ഒരുപക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ കൗമാരക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും കൗൺസിലിങ്ങുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നാട് വല്ലാത്ത അവസ്ഥയിൽ പോയിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടികളോട് ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവിടെ ബാബുരാജനും ഞങ്ങൾക്കൊക്കെ അനുഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട്. എന്താണെന്നറിയാമോ? കുട്ടികൾക്ക് ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അരോചകമാണ്. ബോധവൽക്കരണം, ലഹരി എന്ന വാക്ക് വെച്ച് ബോധവൽക്കരണം. ഞാൻ ഇവിടെ അങ്ങനെ വാക്ക് വെക്കാൻ സമ്മതിക്കാറില്ല. ഞാൻ പറയും, നിങ്ങൾ ലഹരി എന്ന ബോധമെന്നോ വൽക്കരണം ഒന്നും വെക്കരുത്, അവിടെ വെക്കരുതാ പറയുന്നത്.
അങ്ങനെ വാക്ക് വെച്ചാൽ ഒരുപക്ഷെ അത് കേൾക്കേണ്ട ആരും ആ വാക്ക് കേട്ടാൽ ആ സദസ്സിലേക്ക് കടന്നു വരില്ല. ഞങ്ങളിങ്ങനെ പറയും, തിരിച്ചറിവ് 2023 വെച്ചോളൂ, അറിഞ്ഞതും അറിയാനിരിക്കുന്നതും വെച്ചോളൂ, പ്രകാശം പരത്തുന്ന കൗമാരങ്ങൾ വെച്ചോളൂ. ഒരുപക്ഷെ ദിക്കും ദിശയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ആ വാക്കുകൾ വെച്ചാൽ, ആ വരികൾ വെച്ചാൽ ഒരുപക്ഷെ ആ സദസ്സിലിരിക്കാൻ ആളെ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങിയത്, ഈ സദസ്സിലിരിക്കുന്നവർ മുഴുവനും ബോധമുള്ളവരാണ്, ഒരുപക്ഷെ ദിശാബോധമുള്ളവരാണ്. ഒരുപക്ഷെ ഇന്നിൻ്റെ കാലത്ത് ഈ സമയത്ത് കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഉറയ്ക്കാത്ത കാലുകളും ഒരുപക്ഷെ നിയന്ത്രിക്കാൻ പറ്റാത്ത മനസ്സുമായിട്ട് ഒരുപക്ഷെ ഈ രാത്രികളിലെയോ പാതിയോരങ്ങളിലും കെട്ടിടങ്ങളിലും ഒരുപക്ഷെ വണ്ടികൾ സ്റ്റിയറിംഗിൽ പോലും പിടിക്കാൻ പറ്റാതെ റോഡ് മുഴുവൻ വണ്ടി ഓടിക്കുന്ന ഒരുപക്ഷെ പരാജിതരായ ഒരുപാട് മനുഷ്യനെ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാം, അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. ഒരുപക്ഷെ ആലത്തൂരിൻ്റെ ദേശമേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപക്ഷെ നമ്മളൊക്കെ നിങ്ങൾക്ക് വലിയ സുരക്ഷിതരാണെന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീട് മനോഹരമായ വീടായിരിക്കും, നല്ല സേഫ്റ്റി ഉണ്ടാകും, അവിടെ CCTV സർവൈലൻസ് ഉണ്ടാകും, മനോഹരമായ വാതിലുകൾ ഉണ്ടാകും, നല്ല വിധ ഓടാമ്പൽ കുറ്റിയും കാദ്യം എല്ലാം ഉണ്ടാകും. ഒരുപക്ഷെ വീടിൻ്റെ മുമ്പിൽ ഒരാൾ വന്നാൽ ഒരുപക്ഷെ ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഈ മോണിറ്ററിനകത്ത് കാണാൻ പറ്റും, CCTVയിൽ ആരോ ഒരാൾ ആ വീടിന് മുമ്പിൽ ഒരു അപരൻ വന്നിരിക്കുന്നു. അത്രമേൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത്രമേൽ നമ്മുടെ സ്വത്തിനും ഒരുപക്ഷെ നമ്മുടെ ജീവനുമെല്ലാം ഒരുപക്ഷെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും പോലീസും അതുപോലെ തന്നെ നിയമവ്യവസ്ഥകളും നമ്മൾക്ക് കരുതൽ നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഇരിക്കുന്ന നിങ്ങളുടെ പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവർ പോകുന്ന വഴികൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രമേൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് ഒരു പോലീസുകാരൻ വേദിയിൽ വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, പിന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്ന് തോന്നാം, ഒരുപക്ഷെ പിന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്ന് തോന്നാം. ഞാൻ പറഞ്ഞത് വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മുടെ മക്കൾ നടന്നു പോകുന്ന വഴികൾ ഒരുപക്ഷെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രമേൽ സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ, ഏത് ലഹരിയാണ്, എന്ത് സുരക്ഷിതമില്ലായ്മയാണ്, ഏത് തരത്തിലാണ് ഞാൻ കരുതൽ പ്രാപിക്കേണ്ടത്, എങ്ങനെ അതിന് ഒരു മാർഗം, ഒരു പ്രതിമാർഗം എനിക്ക് കാണാൻ പറ്റും? ഈ ഒരു 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരുപക്ഷെ 4 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ എന്താണ് ഇതിന് പ്രതിവിധി, എന്താണ്, ഒരുപക്ഷെ ആരാണ് ഉത്തരവാദി, ആരാണ്? ഇവിടുത്തെ സർക്കാർ സംവിധാനമാണോ, അതോ മുൻപ് ഭരിച്ച സർക്കാർ സംവിധാനമാണോ, അതോ ഇപ്പോൾ ഭരിക്കുന്ന സംവിധാനങ്ങളിൽ പെട്ടതാണോ, അതോ ഏതെങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേടാണോ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേടാണോ, അതോ നമുക്ക് മാർഗം പറഞ്ഞു കൊടുക്കേണ്ട, അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ഗുരുവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സന്മാർഗം പറഞ്ഞു കൊടുക്കേണ്ട മത മേലധ്യക്ഷന്മാരുടെ ഏറ്റവും കഴിവുകേടാണോ? എന്താണ് ഈ ലോകം ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണം? ഒരുപക്ഷെ ആലത്തൂര് നമ്മുടെയൊക്കെ ശ്രദ്ധ കുറഞ്ഞു പോയത് കൊണ്ടാണ് ഈ ദുരന്തത്തിന് പ്രധാന കാരണം. ഒരുപക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യാത്രയിൽ, ഒരുപക്ഷെ റോഡിന്റെ പാർശ്വങ്ങളിലോ ഒഴിഞ്ഞ തെങ്ങിൻ തോപ്പുകളിലോ കെട്ടിടങ്ങളിലോ ഒരുപക്ഷെ വീടിന്റെ കുന്നുകളിലോ എവിടെ ചെരുവുകളിലോ എവിടെയെങ്കിലും പറക്കുമുറ്റാത്ത കൗമാരം എത്തി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ കൈകളിൽ നിന്ന് പുകയുന്ന സിഗരറ്റോ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല കണ്ടില്ലേ വലിച്ചു കയറ്റുന്നത്, ഇവരൊക്കെ എപ്പോഴുണ്ടായോ? ഒരുപക്ഷെ നമ്മളൊക്കെ പറഞ്ഞ് ആ കാഴ്ചയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറി നമ്മൾ പോയിട്ടുണ്ടാവാം, നമ്മുടെ ശ്രദ്ധ മാറി നമ്മൾ പോയിട്ടുണ്ടാവാം. അങ്ങനെ ആ തെങ്ങും തോപ്പിലും പുഴവക്കിലും പാറക്കെട്ടിലും ഇരുന്ന് പുകവലിക്കുന്ന പറക്കമുറ്റാത്ത കൗമാരങ്ങളെ കണ്ടപ്പോൾ ഒരുപക്ഷെ നമുക്ക് വേദനിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ അവർക്കിട്ട പേരുകൾ, കുരുത്തം കെട്ട, തലതെറിച്ച, താൻ തോന്നി, അധിക പ്രസംഗി എന്നൊക്കെയായിരിക്കാം ഒരുപക്ഷെ നമ്മളിട്ട പേരുകൾ. ഒരുപക്ഷെ നമുക്ക് വേദനിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ ചുമന്ന് കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ചാൽ മാത്രമേ നമുക്ക് വേദനിക്കുകയുള്ളൂ. ആ സമയത്ത് വീട്ടിൽ വന്നിട്ട് മകൻ വീട്ടിൽ ഇങ്ങനെ തട്ടുമ്പോൾ, ആ വാതിൽ തുറന്ന് അകത്തേക്ക് മകൻ ഇങ്ങനെ കയറി വരുമ്പോൾ ആ മകന്റെ ശരീരത്ത് പുകരമണത്താൽ ഒരുപക്ഷെ പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോവും. കാരണം എന്താ? നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോവും. കാരണം എന്താ? 9.5 മാസക്കാലത്തോളം നൊന്ത് പ്രസവിച്ച മകനാണ്. പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ആ പ്രിയപ്പെട്ട മകന്റെ ശരീരത്ത് പുകയിലയോ മദ്യമോ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ സാന്നിധ്യം, സാമീപ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഒരു അച്ഛൻ, ഒരു അമ്മ
തകർന്ന് തരിപ്പണമായി പോകും. എന്തേ? അയൽപക്കത്തെ മജീദിൻ്റെയും അയൽപക്കത്തെ കുട്ടൻ്റെയും ബീരാൻ്റെയും ഒക്കെ മകന് ലഹരി പദാർത്ഥങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം തകർന്നു പോകാത്തത്? ആ ഹൃദയം തകർന്നു പോകാത്തതിൻ്റെ ദുരന്തമാണ് ഈ നാട് അനുഭവിക്കുന്ന ദുരന്തം. ഒരുപക്ഷെ അയൽപക്കത്തെ സ്റ്റീഫന്റെ മകനെ പോലീസ് പിടിക്കപ്പെട്ടാൽ, എക്സൈസ് പിടിച്ചാൽ ഒരുപക്ഷെ നമുക്കത് ബാധിക്കില്ല. കാരണം എന്താ? അത് അടുത്ത വീട്ടിലെ സ്റ്റീഫന്റെ മകനാ, അത് അടുത്ത വീട്ടിലെ ജോസഫിന്റെ മകനാ. അതൊരു പക്ഷേ നമ്മളത് ബാധിക്കൂല. കാരണം എന്താ? അത് അടുത്ത വീട്ടിലെ കുട്ടന്റെയും ബീരാന്റെയും ജോസഫിന്റെയും മകനാ, നമ്മുടെ മകനല്ല. ഒരുപക്ഷെ അയൽപക്കങ്ങളിൽ ലഹരിയുടെ ദുരന്തം സംഭവിച്ചാൽ ഒരുപക്ഷെ അത് ആലത്തൂരിന്റെ ദുരന്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ വാർഡിൽ ഒരു ലഹരി പദാർത്ഥം പിടിക്കപ്പെട്ടാൽ അത് ആ ഗ്രാമത്തിന്റെ ദുരന്തമാണ്, ആ ദേശത്തിന്റെ ദുരന്തമാണ്. ഒരുപക്ഷെ അത് വഴിമാറി നമ്മുടെ മക്കളുടെ ഇടങ്ങളിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന ദുരന്തം, ഒരുപക്ഷെ നിങ്ങൾ എത്ര വലിയ ധനാഠ്യനാണെങ്കിലും, എത്ര പക്ഷെ മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും, എത്ര വലിയ പ്രബലനാണെങ്കിലും, എത്ര വലിയ മത മേലധ്യക്ഷനാണെങ്കിലും, ഒരുപക്ഷെ ലഹരി എന്ന് പറയുന്ന ദുരന്തം മക്കളിലൂടെ ക്ഷണിക്കപ്പെടാതെ വീടിന്റെ പടി കടന്ന് വീടിനകത്തേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു വരും. അതിനെ ക്ഷണിക്കൊന്നും വേണ്ട, ഇല്ലേ? അറിവുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ആ ഒരു ദുരന്തത്തിന്റെ നിമിഷത്തെ ഒരുപക്ഷെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ നാട് അനുഭവിക്കുന്ന ദുരന്തത്തിന് ഏറിയ പങ്ക് ഒരുപക്ഷെ കണ്ടിട്ടും കാണാതിരുന്നതിന്റെ ഫലം, കേട്ടിട്ടും കേൾക്കാതിരുന്നതിന്റെ ഫലമാണ് ഈ നാട് അനുഭവിക്കുന്ന ദുരന്തം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ലഹരിയുടെ ദുരന്തം അനുഭവിക്കുന്ന വീടുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ പരിഹസിക്കാതെ, കളിയാക്കാതെ, ഒരുപക്ഷെ നമ്മുടെ മകനും മകൾക്കും കഴിവുണ്ടെങ്കിൽ, മോനെ നീ അവൻ്റെ കൂടെ കൂട്ടുകൂടണം, അവനെ ചേർത്ത് പിടിക്കണം. മോളെ അവൾ ഒറ്റയ്ക്കാണ്, അവളെ കൂടെ നീ വഴി നടത്തണം, അവളെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞ് മക്കളെ നമ്മൾ ശാക്തീകരിക്കണം. പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമ്മൾ മക്കളെ പറയുന്നത് ജോൻ്റെ കൂടെ കൂടരുത്, എൻ്റെ മുട്ടുകാലം തച്ച മുറിക്കും അവനോട് കൂട്ടുകൂടിയാൽ. എൻ്റെ ആർക്ക് ഓനോട് നടക്കരുത് പറഞ്ഞാൽ ഓനോട് തന്നെ നടക്കുള്ളൂ. എൻ്റെ എനിക്ക് ഇത്ര പറഞ്ഞാൽ ഓൻ്റെ അടുത്ത് നടക്കുന്നത് നിർബന്ധം. ഓൻ്റെ കോലം കണ്ടാൽ മതി, ഓൻ്റെ ഓൻ്റെ കുപ്പായും മുടി, ഓൻ്റെ കണ്ണും, ഓൻ്റെ ബൈക്കും, അല്ലേ? ഇങ്ങനെ നമ്മൾ പറയും. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില ചിന്തയും ഭാഷയും പ്രവർത്തനവും ഒക്കെയാണ്. പക്ഷെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? അവൻ്റെ ചങ്കിനോടാണ്, അവൻ്റെ കടിയോടാണ്, അവൻ്റെ ബ്രോനോടാണ്. ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തിനകത്ത് സങ്കടങ്ങളും വേദനകളും അവൻ്റെ പരാതിയും പരിപടവും പരിഭവങ്ങളും സ്വപ്നങ്ങളും പ്രണയങ്ങളും മുഴുവൻ പകുത്തു കൊടുത്ത് പങ്കുവെക്കുന്നത് അവൻ്റെ ആത്മഹിതത്തിനോടാണ്, സുഹൃത്തിനോടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയണമെന്നില്ല. ഏതെങ്കിലും മകൻ വന്നിട്ട് പറയുമോ, ഉപ്പ ഇന്ന് ഞാൻ കുറച്ച് അരിസ് വെച്ച് നോക്കി, പോറ്റപ്പ എന്തോ രസമെന്ന് പറയാം, വെച്ചിട്ടേ തലയെ കണ്ട് കറങ്ങിയിട്ട് ഇവിടെ കണ്ട് വേർത്ത് പൊള്ളിൻ്റെ ഉപ്പ ആൻസ് വെച്ചിട്ടേ പറയോ? ഞാൻ വന്നിട്ട് ബാപ്പ ഞാൻ ടൂർ പോയപ്പോഴേ ആരും കാണും സുഖത്ത് വെച്ച് നോക്കി, 2 പുകാണ്ട് എടുത്തപ്പോഴേ തുമ്മിയിട്ട് എന്തൊരു ഇടങ്ങിയത് പറയോ? ഏതെങ്കിലും മകൻ വന്നിട്ട് പറയുമോ? നിങ്ങളോട് പറയുമോ? എല്ലാവും പറയും. പക്ഷെ ലഹരിയുടെ ഒരു ഉപയോഗം ഞാൻ ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തി എന്നൊരു മകൻ, ഒരു മകൾ, ഒരു ഉപ്പയുടെ ഉമ്മയെടുത്ത് പറയുമോ? ഇല്ല. കാര്യം എന്താ? നിങ്ങളുടെ ഹൃദയം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് ആ മകനും മകൾക്കും അറിയാം. അതുകൊണ്ട് മറ്റെല്ലാം അവൻ പറയും, പക്ഷെ ഇത് പറയില്ല. ഒരുപക്ഷെ നിങ്ങൾ എത്ര സന്തോഷമുള്ളവരും സമാധാനമുള്ളവരും സാമ്പത്തികമുള്ളവരുമാണെങ്കിലും ഒരുപക്ഷെ ആ വീടിനകത്തൊരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ആ വീടിൻ്റെ സകല സന്തോഷങ്ങളുടെയും പ്രകാശം നഷ്ടപ്പെട്ട് അന്ധകാരം മമിക്കപ്പെടും അവിടെ. പിന്നെ അമ്മ ആ അച്ഛൻ, ആ ഉപ്പയും ഉമ്മയും പ്രാർത്ഥിക്കുന്നത് മുഴുവനും ആ മകന് വേണ്ടിയിട്ടായിരിക്കും. സ്വന്തം സങ്കടങ്ങളും വേദനകളും സൃഷ്ടാവിന് മുമ്പിൽ പറയാൻ മറന്നുപോയി ആ മകന് വേണ്ടിയിട്ടായിരിക്കും ഉമ്മയും ഉപ്പയും ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തലമുറകൾ ക്ഷണനേരത്തിൽ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരികെ പിടിക്കണം, നമുക്ക് തിരികെ പിടിക്കണം. ഉപദേശങ്ങൾ കൊണ്ടും ആജ്ഞകൾ കൊണ്ടും ശകാരങ്ങൾ കൊണ്ടുമല്ല തിരികെ പിടിക്കേണ്ടത്. ഒരുപക്ഷെ പലയൊരു തലമുറ ഉണ്ടായിരുന്നു ഇവിടെ. ആ തലമുറകൾ അന്ന് കണ്ടത് 25 ഗ്രാം 60 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് വാർത്ത കേട്ടപ്പോൾ ഈ നാട് എങ്ങോട്ടാ പോകുന്നെന്ന് ആശ്ചര്യപ്പെട്ടപ്പോൾ 2022-23 കാലഘട്ടം നേരിടുന്ന ദുരന്തം എന്ന് പറയുന്നത് അന്ന്
ഒരു ദേശത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്ന ഏറ്റവും ഹയർ ക്വാണ്ടിറ്റി എന്ന് പറയപ്പെടുന്നത് ഇന്ന് ഒരുപക്ഷെ ദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ, ഒരുപക്ഷെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഒരുപക്ഷെ തിരൂർ എക്സൈസ് ഒരു ദിവസം പിടികൂടുന്ന ഒരു ഹയർ ക്വാണ്ടിറ്റി ആവും ഒരു ദിവസത്തെ ഡിറ്റക്ഷൻ എന്ന് പറയും. അത്രമേൽ ഈ സാധനം ഉപയോഗം കൂടിയിരിക്കുന്നു, അത്രമേൽ സാധനം ഉപയോഗം കൂടിയിട്ടുണ്ട്. ഇന്നലെ ഒരു വാട്സപ്പിനകത്തൊരു മെസ്സേജാണ്, എടാ ആലിന്തറക്കിൽ പോലീസ് ഒക്കെ ഉണ്ട്, ബസ് ആ ജീപ്പ് തെങ്ങുംതൊപ്പൊക്കെ കയറ്റി ഇട്ടിക്കണം, അതിലാരും പോകണ്ട, പോയി കഴിഞ്ഞാൽ ഫൈനും കൊടുങ്ങും, അതുകൊണ്ട് പോകണ്ട. ഒരു വോയിസാണ്, ആ മഹാൻ ഇട്ടിരിക്കുന്ന വോയിസാണ്. ആ മഹാൻ ആരാന്നറിയില്ല. ആ പ്രിയപ്പെട്ട മഹാനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് അവനോടൊന്ന് കൈകൂപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. ഇതിനു മുമ്പ് ഇതിന്റെ വോയിസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രിയപ്പെട്ടവരെ, ആത്മീയല്ല, അപേക്ഷയാണ്. ആ വോയിസിന് പിമ്പിൽ അവൻ താൽക്കാലികമായി അവന് കിട്ടുന്ന ഒരു ആത്മസുഖ സന്തോഷം, അല്ലെങ്കിൽ അവർ അതിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല കേട്ടോ. വാഹന പരിശോധന നടത്തും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ കാരണത്താലല്ലാതെ, നിങ്ങളുടെ കഴിവ് കേടുകൊണ്ട്, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരുപക്ഷെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ എടുക്കാതെയോ അല്ലെങ്കിൽ വാങ്ങേണ്ട സാധന സാമഗ്രികൾ വാങ്ങി വണ്ടിയിൽ വെക്കാതെയോ ഒരുപക്ഷെ നമ്മൾ പാലിക്കപ്പെടേണ്ട നിയമം പാലിക്കാതെ ഒരുപക്ഷെ വാഹന പരിശോധനയ്ക്കത് വരുമ്പോൾ, പോലീസ് സംവിധാനത്തിൽ പെടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ സംവിധാനത്തെ നമ്മൾ നോക്കി കുറ്റം പറയും. ഇതേ മനുഷ്യൻ തന്നെ ഇവിടുന്ന് പോയാൽ നമ്മൾ അന്യ സംസ്ഥാന ദേശത്ത് പോയിട്ട് നമ്മൾ ആരും കുറ്റം പറയുമോ? ആരും പറയത്തില്ല. കാര്യം എന്താ? ആ രാജ്യത്തിന്റെ സംവിധാനം അങ്ങനെയാണ്, ആ രാജ്യത്തിന്റെ നിയമസംഹിത അങ്ങനെയാണ്. ആ നിയമസംഹിത ആരും നോക്കി കുറ്റം പറയുമോ? ഒരുപക്ഷെ യുഎയിലേക്ക് പോയിട്ട് അവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരം, അവിടുത്തെ നിയമ സംവിധാനം നോക്കിയാലും കുറ്റം പറയുമോ? ആരും പറയത്തില്ല. കാര്യം എന്താ? കർക്കശമായ ഒരു നിയമ സംവിധാനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അവിടുത്തെ പൗരൻ അവിടുത്തെ ജീവിക്കണമെന്ന് അവിടുത്തെ നിയമസംഹിത പറയപ്പെടുന്നുണ്ട്. അത് പാലിച്ചിട്ടില്ലെങ്കിൽ അറിയാം, നാട്ടിലേക്ക് ഉറ്റവരെ ഉടവരെയും കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ കൊടുക്കുന്നവരോ ഉറപ്പാ. പക്ഷേ നമ്മൾ ഇവിടെ പോലീസ് ഇറങ്ങിയിട്ട് റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കാരണം ഇത് ലൈവിൽ പോകുന്ന അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരും. അതുകൊണ്ട് സദ്യം ക്ഷമിക്കുക, ഞാൻ ആരെയും പരാമർശിക്കപ്പെടുകയല്ല. സതുദ്ദേശം മാത്രം നിങ്ങൾ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ഹെൽമെറ്റൊക്കെ വെച്ച് ചിൻസ്റ്റാപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ പുറകിരിക്കുന്നവർക്ക് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലരും ചോദിക്കും, ഹെൽമെറ്റ് ഉണ്ടല്ലോ, പലരും പറയാറുണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ. ഞാൻ ഒന്ന് റൂട്ട് ചെറിയ 1 മിനിറ്റ് മാറുകയാണേ. സാറേ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആർക്കാ സീറ്റ് ബെൽറ്റ്? ഡ്രൈവിംഗ് ഓടിക്കുന്ന ആൾക്ക്. ഇപ്പുറത്തുള്ള ആൾക്ക് സീറ്റ് ബെൽറ്റ് വേണ്ടേ ചോദിക്കുമ്പോഴത്തേന് വേണോ? ആ സാറേ അതല്ലല്ലോ, മറ്റേ സാറെ പിടിച്ചിട്ടില്ല. അയ്യോ ആണോ? വേണ്ടേ, എനിക്കുണ്ടല്ലോ. എനിക്കുണ്ടല്ലോ സീറ്റ് ബെൽറ്റ്. എനിക്കെന്താ സീറ്റ് ബെൽറ്റ്? വണ്ടി അടിച്ചാൽ എനിക്ക് പിടിക്കാൻ പറ്റും, സ്റ്റിയറിംഗിൽ എനിക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തിരിക്കുന്ന പാവ ഉമ്മയ്ക്കോ ഭാര്യയ്ക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റും? ഒന്നും കാണൂല. നിങ്ങൾ ദീർഘദൂരം ആണെങ്കിൽ നിങ്ങളിത് ഉറങ്ങായിരിക്കും. ഇങ്ങനെ ഇടി അടക്കുമ്പോൾ ഒറ്റ തെറിക്കാൻ ഗ്ലാസ് തുളച്ച് പുറത്തോക്കിടും. കഴിഞ്ഞ പരിപാടി. ഈ മൂപ്പർക്കൊന്നും ആവില്ല. കാര്യം എന്താ? മൂപ്പര് പെട്ടെന്ന് മൂപ്പര് ഭാഗമായിട്ട് വെട്ടിക്കും, പിടി കിട്ടാതെ. നിങ്ങളെ ഭാഗമായിരിക്കും ഇടിക്കണേ. നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങായിരിക്കും. നിങ്ങളായിരിക്കും നേരെ റോട്ട് പോണത്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്താ? സ്റ്റിയറിംഗ് കയ്യിലുണ്ട്, ഒരു ചെറിയ സീറ്റ് ബെൽറ്റും ഉണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് എന്ന സാധനം പുറകിലും വെച്ചിട്ടുണ്ട്. എന്തിനാ? ഒരു വാഹനത്തിനകത്ത് 60 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു എന്തുമാക്കിയിട്ട് ഒരു യന്ത്രം 60 കിലോമീറ്ററാണ് പോകുന്നതെങ്കിൽ 60 കിലോമീറ്റർ വേഗത്തിലാണ് നിങ്ങളുടെ ശരീരം മുൻപോട്ട് പോകുന്നത്. ഇനി ഒന്നും വേണ്ട, ഒരു സ്കൂൾ മൈതാനത്ത് വെച്ചിട്ട് ഈ കാണുന്ന നമ്മുടെ ഈ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി ഹാളിന്റെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് 2 കുട്ടികൾ, അവിടെ നിന്ന് ഒരു കുട്ടി ഓടി വരുന്നു, ഇവിടെ ഒരു കുട്ടി ഓടി വരുന്നു. ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ഒരു 10-12 കിലോമീറ്റർ വേഗതയായിട്ട് നിജപ്പെടുത്തുക. 2 പേരും വന്ന് മാംസവും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അപ്പോൾ പറയും അറിയിക്കാൻ പറയും. മറ്റൊരും പറയും അവിടെ നോക്കിയാൽ നടന്നത് അറിയും. കുറേ നേരം തിരുമ്പോ എന്നൊക്കെ ആക്കും ഇങ്ങനെ, അല്ലേ? ഒരു 12 കിലോമീറ്റർ മാംസം കൂട്ടിയിടിച്ചപ്പോഴാണ്. പക്ഷേ ഒരു 45-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളിനകത്ത് എതിർദിശയിൽ നിന്ന് വരുന്ന 75 കിലോമീറ്റർ വേഗതയിൽ വരുന്ന 2 യന്ത്രങ്ങൾ തമ്മിൽ, ഇരുമ്പുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് എന്താ ഉണ്ടാവുമെന്ന് അറിയാമോ? ഈ ബുൾസിയൊക്കെ അടിക്കുന്നവരുണ്ടോ? ഓംബ്ലേക്ക് ബുൾസി അടിക്കൂലേ? അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു മോട്ടോർ വാഹനത്തിൽ അത് 2 കാറും കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം കേവലം വാക്കുകൾക്ക് അതീതമാണ്. ഒരു സീറ്റ് ബെൽറ്റ് നൽകുന്ന ഒരു നമ്മുടെ സുരക്ഷ എത്രയെന്നറിയാമോ? 3500 കിലോ വരെ നമുക്ക് സുരക്ഷ നൽകുന്നുണ്ട്. 3500 കിലോ നമ്മളെ താങ്ങി നിർത്തപ്പെടുന്നുണ്ട്. 3500 കിലോ നമ്മൾ പൊക്കുമോ? ഇങ്ങനെ പൊക്കില്ല. 50 കിലോ സിമെന്റ് ചാക്ക് നമുക്ക് പൊക്കാൻ പറ്റും. ഒരു 3500 കിലോ നമുക്ക് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുമോ? പറ്റൂല. അതാ സീറ്റ് ബെൽറ്റ് നമുക്ക് പ്രൊവൈഡ് നൽകുന്നത്. ഒരു സീറ്റ് ബെൽറ്റിന്റെ അതിന്റെ വിലയെ നിങ്ങൾക്ക് നിജപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ കേവലം ഒരു സീറ്റ് ബെൽറ്റ് ആണ്. ഒരു പഴയ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഒരു കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടൊക്കെ ഒന്ന് കണ്ടിച്ച് നോക്കണം. അപ്പോൾ അറിയാം ആ മെറ്റീരിയൽ എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ സ്ക്രൂവും അതിൻ്റെ ഫിറ്റിങ്സും ഒക്കെ നോക്കണം. അപ്പോൾ അറിയാൻ പറ്റും. ഒരു വാഹനം നിരത്തിലിറക്കണമെങ്കിൽ ആ മോട്ടോർ വാഹന ബന്ധപ്പെട്ടുകൊണ്ട്
നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ അംഗീകാരമൊക്കെ കിട്ടണമെങ്കിൽ ആ വാഹന നിർമ്മാതാക്കൾക്ക് ആ വാഹനത്തിന് സീറ്റ് ബെൽറ്റിന് എത്രമേൽ ചെലവുണ്ട് എന്ന് കേവലം മൈക്കിലൂടെ പറയാൻ പറ്റില്ല. അത്രമേൽ ചെലവ് വരുന്നുണ്ട്. അത്ര സുരക്ഷ നൽകുന്നതുകൊണ്ടാണ് ആ സീറ്റ് ബെൽറ്റിൻ്റെ സംവിധാനം അത്രമേൽ ആക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ റൂട്ട് വ്യതിചലിക്കുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ അത് മറക്കാതെ സൂക്ഷിച്ച് വെക്കുക. വാഹനത്തിൽ കയറുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാൻ പഠിച്ചാൽ മടിയിരിക്കുന്ന കുഞ്ഞ്, അപ്പുറത്തിരിക്കുന്ന കുഞ്ഞ്, പുറകിരിക്കുന്ന പേരക്കുട്ടികൾ, ആ വാഹനത്തിൽ കയറുന്ന എല്ലാവരും ഈ ഒരു സിസ്റ്റം, ഈ ഒരു മാനേജ്മെൻറ്റ്, ഈ ഒരു രീതി കണ്ട് പഠിച്ചാൽ അത് ഏറ്റവും നല്ല ഒരു സംസ്കാരമായി മാറ്റപ്പെടും. വലിയ സംസ്കാരമാണ് അല്ലേ? ആ സംസ്കാരത്തൊന്നും തിരികെ പിടിക്കാൻ പറ്റാത്ത നല്ലൊരു സംസ്കാരമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ അടുത്തിടയ്ക്ക് നമ്മൾ ലോകം മൊത്തം കണ്ടതാണ്. നമ്മൾ 2022 വേൾഡ് കപ്പ് ഖത്തർ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിനകത്ത് അരങ്ങേറിയപ്പോൾ ഖത്തറിൻ്റെ പ്രിയങ്കരനായ ഷെയ്ഖ് തമീം ബിൻ അൽത്താനി, ഖത്തറിൻ്റെ രാജകുമാരൻ, ആ രാജാവ് ലോകത്തിന് കൊടുത്ത വലിയ സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ സന്ദേശം? പ്രവാചകൻ നിസ്കാര സമയത്ത് വെളുത്തവനായ ബിലാലിനെ തൊണ്ട് തൻ്റെ വലതുഭാഗത്തിരുത്തി ഇടതുഭാഗത്ത് കറുത്തവനായ സഹാബിയാണ് വലതുഭാഗത്തിരുത്തിയത്. അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അല്ലേ? അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ പറയുന്നത് ഉസ്താദേ? അതെ. അപ്പോൾ അങ്ങനെ ഇടത്തും വലത്തും കറുത്തവനെയും വെളുത്തവനെയും നിർത്തി നിസ്കാര സമയത്ത് ലോകത്തിന് വർണ്ണവിജയത്തിനെതിരെ പ്രവാചകൻ കാണിച്ച വലിയ ഒരു മാതൃകപരമായ ഒരു സതുദ്ദേശം ഒരു 2022 വേൾഡ് കപ്പിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് എനിക്ക് നോക്കിക്കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഖത്തർ എന്ന രാജ്യത്തിനകത്ത് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ലോകത്തിന് വലിയൊരു മെസ്സേജാണ് കൊടുത്തത് ഖത്തർ. അതൊരു ചെറിയ മെസ്സേജ് അല്ല. ഏകദേശം ഈ 2023 വേൾഡ് കപ്പ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളെ, ഒരുപാട് മനുഷ്യത്വത്തിന്, ഒരുപാട് സഹാനുഭൂതി നിറയുന്ന, ഒരുപാട് കാരുണ്യം നിറയുന്ന ഒരുപാട് അനുഭവ സാക്ഷ്യത്തിന് നമുക്ക് നേർസാക്ഷ്യം വഹിക്കാൻ പറ്റും 2022 വേൾഡ് കപ്പ്. ഈ വലിയൊരു ഉപമ, പ്രവാചകന്റെ ഒരു ഉപമ ആ രാജ്യം നടപ്പിലാക്കി കൊടുത്തത് ഒരു നിമിഷമായിരുന്നു 2022 വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ദിവസം. അമേരിക്കയിൽ വംശീയാധിപത്യത്തിന്റെ പേരിൽ, കറുത്തവർഗത്തിന്റെ പേരിൽ ഒരു കൊടിയമായ ഒരു അധിക്ഷേപം നേരിട്ട പാർശ്വവൽക്കരിക്ക വിഭാഗത്തിൽ നിന്ന് ഒരു ബാർബറിന്റെ മകനായി ജനിച്ച് മോർഗൻ ഫ്രീമാൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അതാ ഖത്തറിന്റെ ആ പുൽ മൈതാനത്ത് തല കുനിച്ചുകൊണ്ട് നടന്നു വരികയാണ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ട, ആരാലും തഴയപ്പെട്ട ഒരു കറുത്ത വർഗത്തിൽ നിന്ന് സാധാരണക്കാരായ സാമ്പത്തിക ക്ലേശവും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ച് അമേരിക്ക ഉൾപ്രവിശ്യയിൽ നിന്ന് കടന്നു വന്ന മോർഗൻ ഫ്രീമാൻ എന്നറിയപ്പെടുന്ന ഒരു ഹോളിവുഡിലേക്ക് നടന്നു കയറിയ ഒരു സിനിമ നടനാകാൻ ആഗ്രഹിച്ച് അവസാനം മൊഗ്യാസ് തിയേറ്ററിന് പുറത്തുപോയി ചെവികൾ വെച്ചുകൊണ്ട് തിയേറ്ററിനകത്തെ അഭിനയത്തിന്റെ ശബ്ദത്തിന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു ബെലി മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ചെറിയ കുട്ടി വളർന്ന് വലുതായപ്പോൾ ഹോളിവുഡിന്റെ ചരിത്രത്തിലേക്ക് കടന്നു കയറി ഹോളിവുഡിന്റെ പുരസ്കാര വേദിയിൽ നിന്നുകൊണ്ട് ലോകത്തിനോട് പ്രസംഗിച്ച ഒരു ചരിത്രപുരുഷനായി മാറിയ മോർഗൻ ഫ്രീമാൻ. ഈ മോർഗൻ ഫ്രീമാനെയാണ് ഖത്തറിന്റെ രാജ്യം ഉദ്ഘാടനത്തിനായി ക്ഷണിക്കപ്പെട്ടത്. തൊട്ടപ്പുറത്ത് കൗണ്ടർ റിഗ്രം സിൻഡ്രം പിടിപെട്ട് ഗാനിയൽ മുഷ്താഖ് എന്ന് പറയപ്പെടുന്ന 20 വയസ്സുകാരുണ്ട്. അരയ്ക്ക് താഴെ വളരാത്ത അസുഖം പിടിപെട്ട ഈ മുഷ്താഖും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ വേൾഡ് കപ്പ് ഉദ്ഘാടന ദിവസം ലോകത്തിനെ അഭിസംബോധന സംസാരിച്ചത്. അത് കണ്ണ് നിറയാത്ത ഒരു മനുഷ്യനും ഈ പാരിലുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഒരു വലിയ ഒരു പരിഗണന, കൊടുക്കൽ വാങ്ങൽ, കൺസിഡറേഷൻ, ഒരു കൊടുക്കൽ വാങ്ങൽ നടന്ന ഒരു വലിയ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. ആ ചടങ്ങിനെ തിരിതെളിഞ്ഞുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിന്റെ തുടക്കം ഈ ലോകം മുഴുവൻ നോക്കിക്കണ്ടത്. അതേ ഒരു സംസ്കാരത്തിലേക്കാണ് ഞാൻ വരുന്നത്. വലിയ സംസ്കാരത്തിനാണ് അവിടെ സാക്ഷ്യം വെച്ചത് ഞാൻ പറയപ്പെട്ട് വരുന്നത്. ആ വേൾഡ് കപ്പിന്റെ 6ാമത്തെ ദിവസം ജർമ്മനിയുടെ കളി നടക്കുന്ന സമയത്ത് ഒരുപാട് ജപ്പാൻ ആരാധകർ ആ കളി കാണാൻ ആ വേദിയിലുണ്ടായിരുന്നു. ഈ ജപ്പാൻകാര് കളി കഴിഞ്ഞ് പോയപ്പം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു 150-150 വരുന്ന ജപ്പാൻ ആരാധകര് ആ വേദിയുടെ പവലിനകത്തുള്ള അവിടുത്തെ ഗാർബേജുകളും അവിടുത്തെ പെപ്സി ബോട്ടിലുകളും അവിടുത്തെ പോപ്കോണിന്റെ അവശിഷ്ടങ്ങളെല്ലാം പെറുക്കി അവരുടെ പൗച്ചിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ പ്ലാസ്റ്റിക് കെയർ ബാഗിനകത്തേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സൗദിയിലെ ഒരു വ്ളോഗർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ ഇത് ഏൽപ്പിച്ചതാണോ?
ആരെങ്കിലും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ട്വിറ്ററിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫിഫ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഔദ്യോഗിക സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് അവിടുത്തെ ജപ്പാൻകാരിയായ ഒരു പെൺകുട്ടി ചിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും നമ്മളെ ഏൽപ്പിക്കണമോ? വലിയ ചോദ്യമാണ് അതിൽ. ആരെങ്കിലും ഈ സംസ്കാരം നമ്മളെ ഏൽപ്പിക്കണമെന്നാണ് ചോദിക്കുന്നത്. വലിയ സംസ്കാരമാണ് അത്. ലഹരിയുടെ ക്ലാസ്സിനകത്ത് ഫിലിപ്പമ്പാട് ഇത്തരത്തിലൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സംസ്കാരത്തിനെ ചേർത്ത് പിടിക്കണം. 2022 വേൾഡ് കപ്പിനകത്ത് ജപ്പാൻ ആരാധകര് ജർമ്മനിയുടെ കളി നടക്കുമ്പോൾ ആ വേദിയുടെ ബി ബ്ലോക്ക് സെക്ടറിനകത്ത് വെച്ചിട്ട് തന്റെ പോക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് പൗച്ചിനകത്ത് ഗാർബേജുകളും അവിടുത്തെ വേസ്റ്റുകളും അവിടുത്തെ പോപ്കോൺ പെപ്സി ബോട്ടിലുകളും പറക്കിനകത്ത് നിറച്ച് തോളിൽ ചുമന്നുകൊണ്ട് അത് സുരക്ഷമായി നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് അവരുടെ ആ ഒരു രീതി വഴിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരല്ലേ ഹൃദയാദ്രതമായ സംസ്കാരം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ജപ്പാനിൽ എവിടെയെങ്കിലും ഒരു ജലാശയത്തിലോ ഏതെങ്കിലും ഭാഗത്ത് ഒരു വേസ്റ്റുകളോ ഒരു പഴന്തുണിയോ ഒരു കുപ്പയോ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്തത് അതുകൊണ്ടല്ലേ. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റാത്തത് ഒരുപക്ഷെ പവിത്രമായ ഒരുപക്ഷെ നമ്മുടെ പള്ളി അങ്കണങ്ങളിലും ക്ഷേത്രാങ്കണങ്ങളിലും ഒരുപക്ഷെ മസ്ജിദിൻ്റെ പരിസരങ്ങളംഗങ്ങളിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ പവിത്രമായ വൃത്തി നമുക്ക് കാണാൻ പറ്റുക. നിർഭാഗ്യവശാൽ അത് ദൈവികമായ സാന്നിധ്യം ഉള്ളതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ. ഭൂമിയിൽ എവിടെയും ദൈവികമായ സാന്നിധ്യമുണ്ട്. ഏത് സ്ഥലവും ദൈവികമായ സാന്നിധ്യം തിരഞ്ഞെടുക്കപ്പെടുന്നത് കൊണ്ടാണ് അവിടെ എല്ലാം തൂണിലും തുരുമ്പിലുമെല്ലാം ഒരു ശക്തി വസിക്കുന്നുണ്ടെന്ന് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സത്യത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു സംസ്കാരത്തെ മറന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരി വെച്ച് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഒരു ഫോർച്യൂണർ വണ്ടിയാണ്. വണ്ടിയുടെ നമ്പർ ഫാൻസി നമ്പറാണ്, നമ്പർ വെളിപ്പെടുത്തുന്നില്ല. ആ നമ്പറിന് മിനിമം ഒരു 4 ലക്ഷം രൂപ വേണ്ടി വരും മിനിമം ആ നമ്പർ ലേലം വിളിച്ചെടുക്കാൻ. പക്ഷേ ആ വണ്ടിയുടെ ശീതീകരിച്ച വണ്ടിക്കകത്തുനിന്ന് ഗ്ലാസുകൾ ഇങ്ങനെ താഴുന്നുണ്ട്, കുഞ്ഞു കൈകൾ പുറത്തേക്ക് വരുന്നുണ്ട്, അതിനകത്ത് ഫ്രൂട്ടിയുടെ കവറുകൾ ഇങ്ങനെ റോട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. 2 ഇപ്പുറത്തുനിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, ഇപ്പുറത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഒരു കവറും പുറത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്, ഗ്ലാസ് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. വണ്ടി നല്ല വേഗത്തിലാണ്. ആ ജസീല ജംഗ്ഷൻ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, നമ്പർ നല്ല ഫാൻസി നമ്പറാണ്, നല്ല പുതിയ വണ്ടിയാണ്. ആ കുഞ്ഞുങ്ങളുടെ കൈകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു സംസ്കാരത്തിനെ പഠിപ്പിക്കാൻ മറന്നുപോയി. സമ്പത്തുണ്ടാക്കിയപ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ആ വാഹനത്തിൻ്റെ നമ്പർ 3-4 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചു കൊടുക്കാൻ വാങ്ങാൻ പഠിച്ചപ്പോൾ, പക്ഷെ ഒരു കുഞ്ഞിന് ആ നിരത്തിലേക്ക് ഒരു ഫ്രൂട്ടിയുടെ കവർ വലിച്ചെറിയില്ല മകളെ, ആ വണ്ടിക്കകത്ത് നിക്ഷേപിക്കുക, വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതമായി നമുക്കതിനെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആ കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ ഒരുപക്ഷെ ആ ഉപ്പയ്ക്കോ ആ വണ്ടിക്ക് മാറിയിരിക്കുന്നവരോ ആ കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചു പിടിക്കണം. ജലാശയങ്ങൾ തിരിച്ചു പിടിക്കണം. നഗരങ്ങളിലെ മാലിന്യങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കണം. എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ഒരു തിരിച്ചു പിടിക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ലഹരി എന്ന് പറയുന്ന ദുരന്തത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഉപദേശമില്ലാതെ ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ചെയ്തി കൊണ്ട് അവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം അവരെ നമ്മൾ സന്മാർഗത്തിൽ കൊണ്ടുവരാൻ. വലിക്കരുതെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അവരെ തിരികെ പിടിക്കേണ്ടത്. വലിച്ചാലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് പറയാതെ എങ്ങനെ പറയാൻ നമുക്ക് പറ്റും? ഒരുപക്ഷെ വലിക്കാതെ എങ്ങനെ പറയാതെ നമുക്ക് പറയാൻ പറ്റും? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ചിന്ത. ഒരുപക്ഷെ അയൽപക്കത്തൊരു വീട്ടിനകത്ത് ലഹരിയുടെ ദുരന്തം സംഭവിച്ചപ്പോൾ കരുവാരുകൊണ്ട് ദേശത്താണ്. ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തന സൗകര്യം സദയം ക്ഷമിക്കുക. കാരണം സബ്ജക്റ്റ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായതുകൊണ്ട് വേറൊരു രസങ്ങൾ മുതലത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റപ്പെടില്ല. കണ്ടന്റ് ഒന്നാണ്. ഈ കരുവാരുകൊണ്ട് ദേശത്തെ ഒരു ഉമ്മ ഈ അടുത്തിടയ്ക്ക് കൗൺസിലിംഗ് വന്നിരുന്നു എൻ്റെ വീട്ടിൽ മഞ്ചേരിയിൽ. ഉമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: സാറേ, 19 വയസ്സായ കുട്ടീനെ ബാംഗ്ലൂർ ഇട്ട് പഠിപ്പിക്കണം. അറിയാം നിങ്ങൾക്ക് എന്താ കാട്ടുന്നത്? 2 ദിവസം നല്ല 4 കാലും വന്നൊക്കെ ഓന്. എന്നിട്ട് വാതിൽ തുറന്നിട്ട് അകത്ത് കയറിയിട്ട് ഒറ്റ നോട്ടന്നെ. എന്താ ഞാൻ മണക്കണ് വെച്ചപ്പോൾ ഉണ്ടാ വയ്ക്കോളി എവിടെ അറിഞ്ഞോട് സാറേ, എൻ്റെ കുട്ടി ഇന്ന് എൻ്റെ കുട്ടി അങ്ങനോട് പറഞ്ഞിട്ടില്ല സാറേ, എന്നെ നെഞ്ച് വരുത്താൻ എൻ്റെ ഓൻ്റെ ബാപ്പ പറഞ്ഞാൽ തകർന്നു പോകും സാറേ, എനിക്ക് ഉറക്കം കിട്ടിയിട്ട് 2-3 ദിവസമായി. അങ്ങനെയാണോ വണ്ടി കുത്തിറക്കിട്ട് നിങ്ങളൊന്നും അവനോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ അവനോട് സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് ഇവരോട് തന്നെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കരുവാരോട് നടന്നിട്ട് പിന്നെ കുറേ പറയാം, സാറേ നിങ്ങൾക്ക് അറിയോ സാറേ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആളിൻ്റെ ഇത് കള്ളുടിച്ച് വന്ന് കിടക്കും, തുണിയില്ലാതെ കിടക്കുമ്പോൾ അവൻ്റെ ഭാര്യ സാറേ ഇങ്ങനെ തുണികൊണ്ട് ചാക്കുകൊണ്ട് പരമ്പോട്ടൊക്കെ മറിച്ചെക്കും. അങ്ങനെ തോന്നിയ സ്ഥലം അവൻ പറയില്ല. എൻ്റെ കക്കാക്ക ബന്ധു ഗൾഫിൽ നിന്ന് വിളിച്ച് പറയും, അങ്ങോട്ട് നോക്കണ്ട ആ ടി വിൻ്റെ ഒളി ഒന്ന് ഉറക്കെ വെച്ചില്ലേ അറി, ഞങ്ങൾ ആ ടി വി ഫുള്ള് ഒളിത്രണ്ട് വെക്കും സാറേ. എന്നിട്ട് വാതിൽ തുറക്കലല്ല, എൻ്റെ വീടിൻ്റെ അടുക്കളൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ കാട് പിടിച്ചാണ്ട് കിടക്കുകയാണ്. കാര്യം എന്താ, ഓൻ്റെ വീട്ടിൽ ഒരു മുളക് പൊടി, ഒരു മല്ലിപ്പൊടി,
ഒരു ഉപ്പിന് പോലും അങ്ങോട്ട് വരലില്ല, അടുപ്പിക്കൂല, ഞങ്ങൾ അങ്ങോട്ട് പോകൂല. കാര്യം എന്താ? അങ്ങനെ ഞങ്ങൾ നോക്കിയാണ് ഞങ്ങളെ കുട്ടിനെ എന്നിട്ട് നോക്കിയാണ് ഇപ്പം ഗതി വന്നത് അല്ലേ? അയൽപക്കത്ത് വീട്ടിനകത്ത് പാവം പിടിച്ച 3 പെൺകുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാതെ, പഠിക്കാൻ പറ്റാതെ, ആ ഗാർഹിക സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കിയ ഒരു നരാധനന്റെ പ്രവൃത്തിയെ കണ്ടിട്ടും കാണാതിരുന്നിട്ട് സ്വന്തം വീടിന്റെ വാതിലുകളെ കുറ്റിയിട്ട് ജനങ്ങളെ അടച്ച് ടിവിയുടെ ശബ്ദത്തെ ഉറക്കെ വെച്ച് തമിഴിലേക്ക് വഴിമാറിയപ്പോ 19 വർഷങ്ങൾക്ക് ശേഷം സ്വപുത്രനെ സർവശക്തൻ തെരഞ്ഞെടുത്തു. ഇതാണ് അപരനിലേക്ക് പകർന്ന് വരുന്ന ദുരന്തം. ഇതിനെയാണ് നമ്മൾ കാണേണ്ടത്. പ്രവാചക സന്ദേശത്തിനകത്ത്, പരിശുദ്ധ ഖുർആനിനകത്ത്, ഹദീസുമായത്തിനകത്തൊക്കെ അവരുടെയൊക്കെ ഓരോ ഇടങ്ങളിലും ഉദ്ധാരണം നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ബൈബിളിനകത്ത് പല അധ്യായങ്ങളിലും ഇതിനെക്കുറിച്ച് പറയപ്പെടാതെ വചനത്തിലൂടെ പ്രബോധനം നടത്തപ്പെടുന്നുണ്ട്. സനാതന ധർമ്മത്തിലും മനുസ്മൃതികളിലും അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനകത്തും ഓരോ ഇടങ്ങളിലും ഇതിനെക്കുറിച്ച് പറയാതെ പറയപ്പെടുന്നുണ്ട്. അവരിലേക്ക് ഇത്തരത്തിലുള്ള ധാർമ്മിക ചിന്തകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് ബോധ്യപ്പെടൂല. കാര്യം എന്താ? നമ്മളെ ബാധിക്കൂല എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പരകൂടി നമ്മൾ പരിരസിക്കപ്പെടുന്നതുകൊണ്ട് നമ്മളെ ബാധിക്കൂല. ആ വിശ്വാസം നമുക്കൊക്കെ ഉള്ളത്, ആ വിശ്വാസത മാറ്റണം. ആ വിശ്വാസ സംഹിതയെ നമ്മൾ മാറ്റണം. ലഹരി എന്ന് പറയുന്ന ദുരന്തം അയൽപക്കത്ത് വന്നാൽ എൻ്റെ വീട്ടിലേക്ക് വരാൻ നിമിഷ നേരം മതി. മുൻവിധികളെ മാറ്റിവെക്കണം. ഈ സദസ്സോട്, ആലത്തൂരിന്റെ സദസ്സോട് തട്ടമിട്ട വളകളിട്ട മാതൃത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ളത്, അവർ 3 പേര് പോകണ്ടല്ലോ. എന്താ പോണത്? അവിടെ തൊപ്പിട്ടാൾ പോവാണോ? അവിടെ ആ, പിന്നെ ഇനി ആരും പോകില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടങ്ങൾ. ഓരോരുത്തർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഈ സദസ്സുകളുടെ വേദിയിരിക്കുന്ന എല്ലാവരും വിശിഷ്ട വ്യക്തികൾ, എത്രയോ തിരക്കുള്ളവരാണെന്ന് അറിയാമോ? കാര്യം എന്താ? നമ്മൾ ഓരോരുത്തർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ അത്യാവശ്യമുള്ള മാത്രം പോകും, ബാക്കിയുള്ള ഇരിക്കണേ. 10 മിനിറ്റ് ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോകും. ആ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുകയാണ്, അത് കേൾക്കണം, നിങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം. ഞാൻ ഫിലിപ്പുംപാടന്ന് ഞാൻ എവിടെയെങ്കിലും കണ്ടു കേട്ട് സ്വാംശീകരിച്ച അറിവല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ജീവിതം എന്നെ പഠിപ്പിച്ച ചില അനുഭവങ്ങളാണ്. കാരണം വയസ്സ് 46 വയസ്സ് പ്രായമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മഴവിൽ മനോരമ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ശ്വേതാമൻ ആങ്കറിങ് ചെയ്ത വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ ഫൈനൽ കണ്ടസ്റ്റൻസ് ആണ് ഞാൻ, ഭാര്യ ഡോളിയും. ഏകദേശം ഏറ്റവും കൂടുതൽ SMS കിട്ടിയൊരു വ്യക്തി ഞാനായിരുന്നു. ആ വീട്ടിലുള്ള കാരണം കൂടെ ഞാൻ പറയാം. അതുകൊണ്ടാണ് പലപ്പോഴും ഫിലിപ്പ് അമ്മാടെന്ന്, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫിലിപ്പ് അമ്മാടെന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ എനിക്കില്ല. എൻ്റെ ഫേസ്ബുക്ക് പേജ് മുഴുവൻ ഞാൻ എടുക്കുന്ന വീഡിയോകളും ഇങ്ങനെ എടുക്കാറ്. ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കാറില്ല. കാരണം എനിക്കൊരു മോണിറ്റേഷൻ ഇല്ല. ഏകദേശം 4,65,000 പേരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതൊരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാലും, ഇന്നലെ എൻ്റെ ഒരു വീഡിയോ 10 മില്യൺ ആളുകൾ കണ്ട സ്നേഹത്തിൻ്റെ സന്ദേശത്തെ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത്. അപ്പം ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ആ വീഡിയോക്ക് കിട്ടുന്ന സ്വീകാര്യത ചെറുതല്ല. അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയും അതിൻ്റെ വ്യൂ ഹിസ്റ്ററിയും എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ GCC പോലെ രാജ്യങ്ങളാണ്, പ്രവാസ ലോകത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ വീഡിയോകൾ കാണുന്നതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം. അതുപോലെ തന്നെ നമ്മളെ മുസ്തഫ ഹാജിയൊക്കെ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട മുസ്തഫ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെ ഒരു വലിയ ഓർഗനൈസേഷൻ അവരുടെ പേരിലുണ്ട്. അങ്ങനെയാണ് ഞാൻ മുസ്തഫ ഹാജിയൊക്കെ പരിചയപ്പെടുന്നതും ഞങ്ങളതുപോലെ വലിയൊരു ബന്ധം സൂക്ഷിക്കുന്നതൊക്കെ. അങ്ങനെ പ്രിയ മുസ്തഫ ഹാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്തഫ, VM മുസ്തഫ. ഞങ്ങളിപ്പോൾ ഒരു USA പോകാനുള്ള ഒരു വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് മാർച്ച് 17 ഞങ്ങൾ അബുദാബിയിലേക്ക് പോവുകയാണ്. KMCC വഴി പോവുകയാണ് ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്ത് മകേഷും കൂടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുസ്തഫാജിക്ക് അറിയാം. അപ്പോൾ അതിൽപ്പെട്ട മുസ്തഫ എന്നോട് വന്നില്ല, ഡൽഹിയിലുണ്ട്. ഒരു സുഹൃത്തെ കാര്യമായിട്ട് ഡൽഹിയിലാണ്, എയർപോർട്ടിലാണുള്ളത്. അപ്പം ഈ നിങ്ങളുടെ ആലത്തൂരിനെ കുറിച്ചും ദേശത്തെക്കുറിച്ചൊക്കെ മുസ്തഫ ഹാജി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്നേഹവും ഈ മഹലിൻ്റെ കാര്യങ്ങളും ഇവിടെ സംയുക്തമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു തീരുമാനത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലത്തൂരിനോട് പ്രത്യേക സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് 4 ദിവസങ്ങൾക്ക് മുമ്പ് BP അങ്ങാടി ഡ്യൂട്ടിക്ക് വന്നിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പപ്പൻ്റെ കുഞ്ഞോള് ചോദിച്ചു, പപ്പയുടെ യൂണിഫോം ഇവിടെ എന്താണ് ഇങ്ങനെ, ഇവിടെ മാത്രം ചെളിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹത്തിൻ്റെ കരങ്ങൾ ഇങ്ങനെ അമർന്നതിൻ്റെ ചെളിയല്ല മോളെ, അത് സ്നേഹത്തിൻ്റെ കരത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒപ്പാണ് അവിടെയെന്ന് പറഞ്ഞു. ഒരുപാട് പേരൊന്ന് തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 27,000-50,000 ഫോട്ടോ എടുത്തിരുന്നത് BP അങ്ങാടി വന്നപ്പോൾ. എനിക്ക് ഒരുപാട് സഹോദരന്മാർ സാർ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പലരും തോളെ വന്ന് കെട്ടിപ്പിടിക്കും. കുഞ്ഞ് ഒരു നക്ഷത്രമേ ഉള്ളൂ, ASI ആണ്, നക്ഷത്രമേ ഉള്ളൂ. ആ നക്ഷത്രം വല്ലാത്ത തിളക്കം തോന്നിയത് അവിടെ വെച്ചിട്ടായിരിക്കും, എല്ലാ തിളക്കവും പ്രകാശവും ഒക്കെ തോന്നിയത്. അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് അറിയാമോ, ഓരോരുത്തരുടെ മൊബൈലിനകത്തും എൻ്റെ മുഖചിത്രം പതിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം സസൂക്ഷ്മം അപരന് വേല ചെയ്യാൻ എന്നെ കരുപിടിപ്പിക്കണമേ, സംസാരത്തിൽ മിതപ്പെടുത്തണമേ. അറിയാതെ പോലും ഒരു അപരനോട് ദേഷ്യപ്പെടാൻ ഇടവരുത്തരുതേ. മറ്റുള്ളവന് ഹൃദയം നിറഞ്ഞ് അവൻ്റെ സങ്കടങ്ങളെ കേൾക്കാനും അതിന് പരിഹാരം കാണാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ആ പ്രാർത്ഥന തുടർന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രിയപ്പെട്ട ആലത്തൂര് നിങ്ങളുടെ പ്രാർത്ഥനയെ കൂടി ഓർക്കുക. കാരണം
ദേശം വിട്ട് ദേശങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഏത് വേദി കയറിയാലും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ വാക്കുകളിലൂടെ ഒരു മാനസാന്തരമായ ഒരു പശ്ചാത്താപപരമായ ഒരു രീതിയിലേക്ക് കൗമാരങ്ങളോ ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വഴിമാറാൻ ഒരുപക്ഷെ അവരുടെ കോളുകൾ എനിക്ക് വരണമേ, ആ കോളുകൾക്ക് സമാന്തരമായി സംസാരിക്കാൻ ഒരു രീതി എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏതൊരു സദസ്സിനെയും ഞാൻ സംസാരം തുടങ്ങാറുള്ളത്. അതിവിടെയും ഞാൻ അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ടവർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് ഇതും കൂടെ കൂട്ടിച്ചേർക്കാം. ഞാൻ എൻ്റെ പിറകിൽ ഒരുപാട് പേരുണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ എൻ്റെ ബാല്യത്തിൽ എന്നെ ഒരു വീട്ടിൽ എന്നെ കയറ്റാറില്ലായിരുന്നു. ചെറുപ്പത്തിൽ ഒരു വീട്ടിൽ എന്നെ കയറ്റിയില്ല. എൻ്റെ അയൽവക്കത്ത് മമ്പാട് ആ ഫിലിപ്പ് വരുന്നുണ്ട് കഥ കടക്കി, കുരുത്തംകട്ടം വരുന്നുണ്ട് കഥ കടയ്ക്കാൻ പറയും. ഈ പെരുന്നാളിൻ്റെ അവസാനം വിഷു ഈസ്റ്ററൊക്കെ വരുമ്പോൾ അയൽ വീട്ടിലേക്കൊക്കെ ഞാനിങ്ങനെ പോകും. ഞാൻ ഒരു വീട്ടിൽ 2 മിനിറ്റ് നിൽക്കും, അവിടെ നിന്നൊക്കെ കഴിക്കും, അടുത്ത വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു എൻ്റെ യാത്രകളൊക്കെ. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ആദ്യത്തെ വർഷം പരാജയപ്പെട്ടു. അച്ഛൻ്റെ തല്ലും ഭയവും പേടിച്ച് ഞാനും പെങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. പെങ്ങൾ പരീക്ഷ പാസ്സായി. അങ്ങനെ 10ാം ക്ലാസ്സിൽ അവൾ വിളിച്ച് പറയുകയാണ്. അപ്പം ഞാനൊരു വീടിൻ്റെ അടുത്ത് തൊട്ട് മുകളിൽ ഒരു വാട്ടർ ടാങ്കിൻ്റെ സൈഡിലായിരിക്കണം. ഇവള് വന്നിട്ട് താഴേന്ന് കൂകി എന്നോട് പറയുകയാണ്, എടാ ഞാൻ ജയിച്ചു, നീ തോറ്റുകാരന്. അത് കേട്ട പാടെ വീട്ടിൽ കയറാതെ യാത്രയാണ്. പിന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന 6 റെയിൽവേ സ്റ്റേഷനുകളിലെ ജീവിതം. എങ്ങനെ റെയിൽവേ പോലീസ് നോക്കി നിൽക്കെ കോൺക്രീറ്റ് ബെഞ്ചിനടിയിൽ ഒരു പത്രത്തിന് താൾ ഉപയോഗിച്ചുകൊണ്ട് ചുരുണ്ട് കിടന്നുറങ്ങാമെന്ന് പഠിച്ച കൗമാര കാലഘട്ടം. 2-3 ദിവസം റെയിൽവേയുടെ പൈപ്പ് വെള്ളം മാത്രം കുടിച്ച് അങ്ങനെ പട്ടിണി മാറ്റാമെന്ന് പഠിച്ച കൗമാര കാലഘട്ടത്തിൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ സമപ്രായമുള്ള മാതാപിതാക്കൾ എൻ്റെ പോലെയുള്ള കുട്ടികളെ കൈകൾ പിടിച്ച് മാറി എന്ന ട്രെയിനിൽ ഇറങ്ങി ആ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ യാത്രകളെ കണ്ട് കോൺക്രീറ്റ് തൂണുകൾക്ക് മറിഞ്ഞു നിന്ന് കണ്ണു നിറഞ്ഞ ഒരു കൗമാര കാലഘട്ടത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എനിക്ക്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ മേരിക്കുട്ടി എന്ന് പറയുന്ന അമ്മ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ ഏതെങ്കിലും ജയിലിലോ വല്ല കൊള്ള സംഘത്തിലോ വല്ല റോബറിലൊക്കെ പിടിച്ച് എവിടെയെങ്കിലും വല്ല ജയിലിലോ ആരെങ്കിലും വല്ല തല്ലിക്കൊന്നിട്ടുണ്ടാവാം ഫിലിപ്പൻ തന്നെ. ഗ്രാമത്തിൻ്റെ നല്ല ഓർമ്മകളും ആ ഗ്രാമത്തിൻ്റെ സ്നേഹവും ഒരുപക്ഷെ അമ്മയുടെ സ്നേഹവും സഹനവും ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും ഒക്കെ അനുഭവിച്ച ഒരു അമ്മ, മേരിക്കുട്ടിയുടെ മകനായ ഫിലിപ്പ് എന്ന് ഞാൻ ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഓർമ്മകളിലാക്കിയ നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. രണ്ടാമത് ഒരു SLC പഠനം അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി ജയിക്കുന്നു. പിന്നെ 1998 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പോലീസിലേക്ക് നിയമനം. ശേഷം 6 പോലീസ് സ്റ്റേഷൻ ജില്ലാ കളക്ടറുടെ ഗൺമാനായി, 4 കളക്ടറുടെ ജില്ലാ കളക്ടറുടെ ഗൺമാനായി. അവസാനം ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നു. 675 പേരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനായി. അതിൻ്റെ ഫലമായി സംസ്ഥാനത്ത് സോഷ്യൽ എക്സലൻസ് പുരസ്കാരം കൊച്ചേസ് ചിത്രപ്പള്ളിയുടെ 2,01,000 രൂപ പുരസ്കാരവും ഞാനും എൻ്റെ സുഹൃത്ത് മഹേഷും ഏറ്റുവാങ്ങി. 2850 വേദികൾ സഞ്ചരിച്ചു. 11 രാജ്യങ്ങൾ സന്ദർശിച്ചു. 12ാമത്തെ രാജ്യം USA പോകുന്ന അനുക്ഷണവും വിസ പ്രോസസ്സിംഗ് നടക്കുന്നു. ജീവിതത്തിനകത്ത് ഒരു പക്ഷേ ഫിലിപ്പ് വരുന്നുണ്ട് വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് 47 വയസ്സ് പിന്നിട്ടപ്പം ജീവിതത്തിനകത്ത് 700-നടുത്ത് ആളുകളെ ചേർത്ത് പിടിക്കാനായപ്പം കിട്ടിയ വലിയ അച്ചീവ്മെൻ്റ് ജീവിതത്തിനകത്ത്. വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നില്ല. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ കുറച്ച് സമയം ഇരുന്ന് കേൾക്കും ആ ഫോണ്. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജും നിലമ്പൂരിൽ സർക്കാർ ആശുപത്രിയും അതുപോലെ തന്നെ കൃപ DH സെൻ്റർ എന്ന് പറയുന്ന മാർത്തോമ സഭയുടെ കീഴിലുള്ള വൈദികൻ പോൾ എന്ന് പറയുന്ന അച്ഛനുണ്ട്. ഒരു സാമ്പത്തിക ലാഭം നോക്കാതെ അവരെന്നെ ചേർത്ത് പിടിക്കുന്ന ഭദ്രസ തിരുമേനിയുടെ കീഴിലുള്ള നിലമ്പൂരിലെ DH സെൻ്റർ ഉണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മലപ്പുറത്ത് ഉള്ള ഒരു 1-2 സ്ഥാപനങ്ങൾ, ഒരുപക്ഷെ സ്ഥാപനത്തൊക്കെ പേര് വരുന്നത് കൊമേഴ്ഷ്യൽ, അതായത് ബിസിനസ് പരമായിട്ടൊക്കെ ആളുകൾ ചിന്തികരിക്കാം. കമൻറ്റിനകത്ത് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതുകൊണ്ട് അതിലൊന്നും ഞാൻ പരാമർശിക്കപ്പെടുന്നില്ല. പക്ഷേ അതൊക്കെ ബോധപൂർവ്വം ഞാൻ എന്നൊക്കെ ഹൈഡ് ചെയ്യപ്പെടുകയാണ്. കാരണം അങ്ങനെ പോലീസുകാരായതുകൊണ്ടാണ് ആ വിഷമം അനുഭവിക്കുന്നത്. പക്ഷേ ജീവിതത്തിനകത്തുനിന്നും പലരോടും പല കാര്യങ്ങൾ പറയുമ്പോൾ പലരും അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 700-നടുത്ത ആളുകളെ സുബോധം നഷ്ടപ്പെട്ട് ബോധ്യത്തിലേക്ക് തിരികെ പറഞ്ഞയച്ച 700 കുടുംബങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ പ്രാർത്ഥനയല്ല, വലിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലാണ് ഇന്ന് സൗഹൃദം മുൻപോട്ട് നടക്കാനുള്ള ചാലകശക്തി. ഇന്ന് വീട്ടിനകത്ത് അച്ഛൻ മരിച്ചുപോയി. മരിച്ച 2ാമത്തെ വർഷമാണ്. മകൻ ഫറൂഖ് കോളേജിൽ BA ഇംഗ്ലീഷ് സാഹിത്യം 2ാം വർഷം പഠിക്കുന്നു. മകള് അമയക്കുട്ടി മഞ്ചേരി ഗേൾസ് സ്കൂളിൽ പഠിക്കുന്നു, +1 വിദ്യാർത്ഥിനിയാണ്. ഭാര്യ വീട്ടിൽ തന്നെയാണ്, ഡോളി. അമ്മ പാർശ്വം നടന്നൊരു അമ്മയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് കേരള നിയമസഭയിൽ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മനോഹരമായ പ്രസംഗമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പലപ്പോഴും. അദ്ദേഹം പ്രസംഗിച്ചപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയപ്പെടുന്നത് 80 വയസ്സാണ്. ആയുർദൈർഘ്യം 80 വയസ്സ്.
ഈ 80 വയസ്സിൻ്റെ ആയുർദൈർഘ്യത്തിനകത്ത് ഞാനിങ്ങനെ കണക്കൂട്ടി ദൈവമേ എൻ്റെ അമ്മയ്ക്ക് ഇനി എത്ര ദിവസം ജീവിച്ചിരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. ഞാൻ എൻ്റെ 46 വയസ്സിനെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ഒന്ന് ഗുണിച്ചു നോക്കിയത്. 46 ഗുണിക്കണം 365 = 16,280 ദിവസം എൻ്റെ കയ്യിലുള്ളൂ. ഈ 16,280 ദിവസത്തിൻ്റെ പകുതി ദിവസം ഞാൻ കിടന്നുറങ്ങും. അതിൻ്റെ പകുതി ദിവസമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ വെറുതെ കൂട്ടി നോക്കി. അമ്മയുടെ കൂട്ടിയപ്പോൾ അമ്മയ്ക്ക് 74 വയസ്സ് പ്രായമുണ്ട്, 74 years. ബാക്കി ഇനി 6 വർഷമുണ്ട് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ 6 ഗുണിക്കണം 365 = 2,190 ദിവസമുള്ളൂ എൻ്റെ അമ്മയ്ക്കിന്. ആ 2,190 ദിവസത്തിൻ്റെ പകുതി ദിവസം എൻ്റെ അമ്മ രാത്രിയാണ് കിടന്നുറങ്ങും. അപ്പോൾ 2,190 ദിവസമുള്ള മേരിക്കുട്ടി എന്ന് പറയുന്ന ആ ഉദരത്തിൽ എന്നെ നൊന്ത് പ്രസവിച്ച് സഹനങ്ങളെ ഏറ്റുവാങ്ങിയ, ഇന്ന് പാർശ്വം തളർന്നുപോയ എൻ്റെ അമ്മയെ ആ കോൺക്രീറ്റ് ഭിത്തിക്കടിയിൽ നിർത്തപ്പെടേണ്ടവളല്ല. ഈ അടുത്തിടയ്ക്ക് മനോഹരമായ സന്ദേശം പകർന്നു നൽകിയ നല്ലൊരു സിനിമയുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് കണ്ടത്, ജയ ജയ എന്ന നല്ലൊരു പടം. ആ സിനിമയ്ക്ക് എൻ്റെ അമ്മയെ ആ ശീതീകരിച്ച തിയേറ്ററിൽ കൊണ്ടുപോയി പോപ്കോൺ എല്ലാം വാങ്ങിക്കൊടുത്തു. അമ്മ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല, അമ്മ കാണാത്ത ബീച്ചുകളില്ല, അമ്മ സഞ്ചരിക്കാത്ത കാണാത്ത ആരാധനകളില്ല. എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്, ഫ്രണ്ട് സീറ്റ്. ഞാൻ എന്നെ മഹത്വവൽക്കരിച്ചതല്ല, എനിക്ക് കിട്ടിയ സുഖസന്തോഷത്തിൻ്റെ ഒരു നേർസാക്ഷി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അനുഭവത്തിലൂടെ പറയുകയാണ്. ഫിലിപ്പ് എന്ന് ഞാൻ ഒരു ബമ്പാടെന്ന് പറയുന്ന ഉൾഗ്രാമത്തിനകത്ത് ജനിച്ച് വളർന്ന് ആരാലും ഇഷ്ടപ്പെടാതെ, ഒരുപക്ഷെ പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് വലിയ ഒരു അക്കാഡമിക് നോളജൊന്നുമില്ലാതെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് നടന്നു വന്നത് ഒരുപക്ഷെ മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ലോകത്തെ വിളിച്ചു പറഞ്ഞപ്പോഴാണ്. സോഷ്യൽ മീഡിയക്കകത്ത് വെറുതെ വാരി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ അവിടെ വെച്ചിട്ട് മഴവിൽ മനോരമയുടെ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് സംസാരിച്ച ശേഷം എന്നെ ഫ്ലവേഴ്സ് ചാനൽ എന്നെ ഒരു പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ ആ ഫ്ലവേഴ്സ് ചാനലിൻ്റെ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് മഞ്ജു എന്ന് പറയുന്ന ഒരു ആക്ടറിനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ ഫിലിപ്പ്, നിങ്ങൾക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചാണെന്ന് പറയും, മാതാവിനെക്കുറിച്ച്. ആ മാതാവിനെക്കുറിച്ചുള്ള സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്, മാതാവിൻ്റെ അത്രമേൽ മഹത്വത്തെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മത്തിനെ നൊമ്പരപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് തിരിയാതെ വരുമ്പോൾ മക്കളെ അമ്മയ്ക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്ന അമ്മയെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിൻ്റെ പേരിനെ കളങ്കപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ട നാളിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസയെ സങ്കടപ്പെടുത്തരുത്. എല്ലാ പ്രകാശവും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി എല്ലാ വാതിലുകളും കുറ്റിയിട്ട് പരാതിയും പരിഭവമില്ലാതെ സ്വന്തമായി ഒരു മുറി പോലുമില്ലാതെ കിടന്നുറങ്ങുന്നവളെ സങ്കടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള പരിവം പറച്ചിൽ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നു പോകുന്നവളെ സങ്കടപ്പെടുത്തരുത്. തൊടിയിൽ വാടിക്കറിഞ്ഞ ചെടികൾക്കും കരിയാപ്പിലുകൾക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ പുരസ്കാരം പോലും ലഭിക്കാത്ത മഹിളയെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, അമ്മയില്ലാത്ത വീട് വീടേയല്ല, ഉമ്മയില്ലാത്ത വീട് വീടേയല്ല. ഉമ്മയുടെ അസാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാക്കുന്ന വിടവ് കേവലം വാക്കുകൾക്ക് അതീതമാണ് പ്രിയപ്പെട്ടവരെ. യൂസഫലി തൻ്റെ യാത്രയിലേക്ക് കൂടെ കൊണ്ടുപോകുന്ന ലാപ്ടോപ്പ് ബാഗിനകത്ത് ഉമ്മയുടെ വസ്ത്രം കൊണ്ടുപോകാറുണ്ട് അദ്ദേഹം നാട്ടിലെ കടപ്പുറത്ത് 10 കോടിയുടെ പള്ളി പണിത് കൊടുത്തു യൂസഫലി ആ നാട്ടുകാർക്ക്, ദേശക്കാർക്ക്. അവിടുത്തെ കബീർ പൈസി എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ഉസ്താദ് എൻ്റെ സുഹൃത്തു കൂടിയാണ്, വണ്ടൂർ ദേശക്കാരനാണ്. കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ ശിഷ്യന് പന്തുള്ള അനീഫയും മകേഷും ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ നാട്ടിൽ പോയ വഴിക്ക് പള്ളിയിൽ നിന്ന് കയറി അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ റൂമിലൊക്കെ പോയിരുന്ന് സംസാരിച്ചു. ആ റൂമിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പം അവിടുത്തെ ആ ഒരു ഖബർസ്ഥാനങ്ങളൊക്കെ കണ്ട് ഞാൻ വെറുതെ ചോദിച്ചു, യൂസഫലിയുടെ ഉപ്പയും ഉമ്മയുടെയൊക്കെ ഖബർസ്ഥാനം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച് അതാന്ന് പറഞ്ഞു. മുകളിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനോഹരമായി ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട പോലെ കാണുന്നുണ്ട് ഖബർസ്ഥാനൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട്. ഞാൻ ചോദിച്ചു, വലിയ ധനാട്ടിനും വലിയ ഇന്ത്യയിൽ ലോകത്തിൽ വലിയ സമ്പന്നനൊക്കെ ആയതുകൊണ്ടാവാം ഇങ്ങനെ വൃത്തിയാക്കി അത് മാത്രം ഇട്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ കബീർ ഫൈസി പറഞ്ഞു, ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു.
മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇദ്ദേഹം ഇവിടെ വന്ന് ഹെലികോപ്റ്റർ ഫ്ലൈറ്റൊക്കെ ഇവിടെ വന്ന് ഏത് സമയത്തും വന്നാൽ ഫസ്റ്റ് പോകുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും കബറിടത്തിലേക്കാണ്. ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി കരഞ്ഞുകൊണ്ട് ദുഹജി പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർത്തു. ദൈവമേ, റോബിയിൽ പള്ളിക്കകത്ത് സെമിത്തേരിയിൽ, ആ കുന്നിൻ്റെ ദേശത്ത് കാട് പിടിച്ച് കിടക്കുന്ന സെമിത്തേരിയിൽ പോയിട്ട് ഞാൻ 2.5 മാസമായല്ലോ എൻ്റെ അച്ഛൻ്റെ കുഴിമാടത്തിൽ പോയിട്ട്, ആ കല്ലറയിൽ പോയിട്ട്. ഒരുപക്ഷെ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മളൊക്കെ. ഒരു സോഷ്യൽ മീഡിയയിലോ ഒരുപക്ഷെ വേദികളിലോ ഏതെങ്കിലും കഥകളിലോ എവിടെയെങ്കിലും മാതാവിനെ പിതാവിനെ കുറിച്ച് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഒരുപക്ഷെ നമ്മുടെ അധരങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകി വരും. ഒരുപക്ഷെ നിമിഷങ്ങളാണ് ആ കണ്ണുനീരിൻ്റെ നനവ്, പെട്ടെന്ന് ഉണങ്ങിപ്പോവും. പക്ഷേ ചിലർക്ക് കണ്ണുനീർ ഉണങ്ങാറില്ല. പലപ്പോഴും ചിലരെ വേദനകളെ ഉണർക്കാറില്ല. അവർ ഹൃദയത്തിനകത്ത് വേദന വരുമ്പോൾ അവർ ചിലവരൊക്കെ ഓടിപ്പോകുന്നത് തന്നെ വിട്ടുപോയ, തനിക്ക് ദിശ പകർന്നു തന്ന, തനിക്ക് അറിവ് പകർന്നു തന്ന, തനിക്ക് ചൂട് പകർന്നു തന്ന ആ ഉപ്പയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കബറിടത്തിലേക്കും ആ കല്ലറിലേക്കും ഓടിപ്പോവുക. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസുഖമുണ്ട്. സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ദുരന്തത്തിന് ഏറ്റുവാങ്ങിയതാണ് കുറേ നാളുകൾക്ക് മുമ്പ്. ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിരുന്നു. സെമിത്തേരി രാത്രി 12 മണി തൊട്ട് ഒരു 3 മണി വരെയും ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, കരഞ്ഞോണ്ട്. താങ്ങാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ ഒരുപക്ഷെ നമുക്ക് നാഥൻ്റെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരുപക്ഷെ നമുക്ക് ജന്മം നൽകിയ മാതാവിൻ്റെ പിതാവിൻ്റെയും അല്ലേ പക്കൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഇറക്കി വയ്ക്കാൻ നമുക്ക് പറ്റും. അതും പരസ്പര പൂർവ്വങ്ങളാണ്. അതും നാഥൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥനകൾ കടന്നു പോകും. ജീവിതത്തിൽ അങ്ങനെയാണ് പലപ്പോഴും. ഒരു അപേക്ഷ കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും അമ്മമാരും ഉപ്പമാരൊക്കെ വീട്ടിലുണ്ട്. നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന വിയർപ്പിൻ്റെ ദശാംശം എൻ്റെ അപേക്ഷയാണ്, ആജ്ഞയല്ല, അപേക്ഷയാണ്. അമ്മയ്ക്കും അച്ഛനൊക്കെ ചെറിയ സംഖ്യ അവർക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ എല്ലാ മാസവും എൻ്റെ ശമ്പളം കിട്ടുമ്പോൾ 5000 രൂപ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. കൃത്യമായിട്ട് 5000 രൂപ കൊടുക്കും. 5000 നല്ല നോട്ടായിട്ട് കൊടുക്കുക. അത് അമ്മയ്ക്ക് ഗൂഗിൾ പേ അതൊന്നുമില്ല, അതുകൊണ്ട് അത് മാനുവലായിട്ട് കൊടുക്കുന്നൊരു പൈസയാണ് 5000 രൂപ. എനിക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു മാത്തമാറ്റിക്സ് ഉണ്ട് ഈ അമ്മയുടെ ഈ ഒരു കാര്യത്തിൽ. 5000 രൂപ ഞാൻ ചില മാസം കൊടുക്കുമ്പോൾ അമ്മ ഈ കട്ടിലിൽ നിന്ന് പതുക്കെ ഇങ്ങനെ എണ്ണും. അമ്മ കുറേ നേരം അമ്മ എണ്ണും. എൻ്റെ മോള് പോയിട്ട് ഫാനൊക്കെ ഇടുമ്പോൾ നോട്ട് പാറുമ്പോൾ എൻ്റെ മോളെ അടിക്കാനൊക്കെ ചെല്ലും. അപ്പോൾ അമ്മ എല്ലാം ഇങ്ങനെ തുണിയൊക്കെ അതിൻ്റെ മുകളിൽ വെക്കും, അടുക്കി വെക്കും. കുറേ നേരം അമ്മ എല്ലാം എണ്ണി ചില 500 നോട്ടിൻ്റെ ചില അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എല്ലാം ഒരേ ഭാഗത്തേക്ക് അമ്മ കണ്ണടയൊക്കെ വെച്ച് എല്ലാം വൃത്തിയാക്കി അമ്മ വെച്ച് അമ്മ കറക്റ്റമാക്കി വെക്കും. അമ്മയുടെ ലോക്കർ എന്ന് പറയുന്നത് അമ്മയുടെ തലകണക്കടിയിലെ ഒരു ഭാഗമാണ് ലോക്കർ. അവിടെ അമ്മയുടെ ലോക്കർ സേഫായിട്ട് ഇരുന്നുള്ളൂ അവിടെ. അപ്പോൾ ഈ 5000 രൂപയിൽ ചില മാസം ഞാൻ 4500 രൂപ അമ്മയ്ക്ക് കൊടുക്കുകയുള്ളൂ. ചില മാസം ഞാൻ 4500 രൂപ കൊടുക്കുകയുള്ളൂ. ഈ 4500 രൂപ കൊടുക്കുന്ന മാസത്തിൽ ഇന്ന് വരെയും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, മക്കളെ 500 രൂപ കുറവുണ്ട് കേട്ടോ, ഇന്ന് വരെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില മാസം ഞാൻ 5500 രൂപ കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവര്, 5500 രൂപ കൊടുക്കുന്ന മാസം കൃത്യമായിട്ട് അമ്മ 500 രൂപ കൂടുതലുണ്ട് മക്കളെ 500 രൂപ കൂടുതലുണ്ട് കേട്ടോ അതിനകത്തെന്ന് പറയും. ഈ ഒരു കണക്ക് ഇന്നും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അമ്മയുടെ ഈ ഒരു കണക്ക് എന്താണ്. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടോ കുറഞ്ഞു പോയതുകൊണ്ട് 500 രൂപ കുറച്ച് തന്നായിരിക്കാം അമ്മയുടെ ചിന്ത. ഒരു പക്ഷേ അമ്മ ഇത് പരാതിയായിട്ട് ഇന്നും എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് അമ്മമാർ. നമ്മളൊക്കെ കൊടുക്കുന്ന ദശാംശം, സാമ്പത്തികത്തിൻ്റെ ഒരു വിയർപ്പിൻ്റെ ദശാംശം അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. വാർദ്ധക്യ സഹജമായ ഒരുപാട് സ്വപ്നങ്ങളെയൊക്കെ പരിധിച്ചുകൊണ്ട് വീടിൻ്റെ വരാന്തയിലും കോലാലിലൊക്കെ സ്വപ്നങ്ങളെ മാറ്റി വെക്കിച്ചിട്ട് മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി വഴിമാറി നിന്നപ്പം ഒരുപക്ഷെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം നടക്കാതെ ഹൃദയാന്തരങ്ങളിൽ സ്വപ്നങ്ങളിങ്ങനെ കുഴിച്ചുമൂടി ആ വീടിൻ്റെ മുകളിൽ ഒരു വടവൃക്ഷമായി തണലായി ഭവിക്കപ്പെട്ടവൻ്റെ പേരാണ് ഉപ്പ, അച്ഛൻ. ഈ പലപ്പോഴും ഈ അച്ഛന്മാര് എന്ന് പറയുന്നത് ഹൃദയം പൊട്ടി മരിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപ്പന്മാർ അച്ഛന്മാരൊക്കെയാണ് അല്ലേ, അപ്പന്മാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ കാര്യം? കരയാറില്ല. ആൾക്ക് മുമ്പിൽ വിഷമങ്ങളുടെ സങ്കടക്കെട്ടുകളെ അവൻ ഇറക്കി വെക്കാറില്ല. ഒരുപക്ഷെ ഭാര്യ പോലും അറിയില്ല. സ്വന്തം മകളെ വിവാഹം ചെയ്ത് മറ്റൊരു പുരുഷന്റെ കയ്യിൽ കൊടുക്കുന്ന അന്ന് ആ വീടിൽ നിന്ന് ഇറങ്ങുമ്പം ഹൃദയം പൊട്ടി ആർത്തു കരയും ഒരു പേറ്റുനോവിൻ്റെ ഉമ്മ. പക്ഷേ അച്ഛൻ കരയില്ല, ഉപ്പ പിടിച്ചു നിൽക്കും. അവിടെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കും ഉപ്പ ഇങ്ങനെ. പക്ഷെ വൈകുന്നേരം വീടിനകത്ത് എല്ലാ ബന്ധു സഹചരെല്ലാം ചേക്കേറി വീട് വിട്ടെല്ലാം പോയി വീട്ടിലെ പന്തലും കാര്യങ്ങളെല്ലാം കഴിച്ച് എല്ലാം റെഡിയായി കഴിഞ്ഞ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഉപ്പ കരയുന്നൊരു നിമിഷമുണ്ട്. മുറിക്കകത്ത് കയറി ഒന്ന് കുറ്റിയിട്ട് ആരും കാണാതെ ഒരു 3-4 തേങ്ങലിങ്ങനെ തേങ്ങും. പെട്ടെന്ന് കണ്ണൊക്കെ തുടയ്ക്കും. കാര്യം എന്താരും കാണാൻ പാടില്ല. ആ വിങ്ങല് അത്ര ആഴമുണ്ട്. നെഞ്ചും കൂട് തകരുന്ന വിങ്ങലാണ് ഉപ്പ കരയുന്ന വിങ്ങല്. അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെ ശ്രദ്ധിച്ചോളൂ. അങ്ങനെയുള്ള ഉപ്പമാരെ ഒന്നും സങ്കടപ്പെടുത്തരുത് കേട്ടോ. അതിനൊരിക്കലും പരിഹാരമല്ല.
ആ നെഞ്ചും കൂടിനെ വിഷമിപ്പിക്കരുത്. ആ നെഞ്ചും കൂടിനെ വിഷമിപ്പിക്കരുത്. ഹൃദയം പൊട്ടി മരിച്ചു പോകും. മക്കൾക്ക് എപ്പോഴും ഓർക്കണം. ഒരു ന്യായാധിപൻ, കോഴിക്കോടിലെ ന്യായാധിപൻ ഒരു വോയിസ് ഇട്ടിരുന്നു. ആ വോയിസ് ഇന്നും എൻ്റെ ചെവിയിലും ഹൃദയത്തിലൊക്കെ ഇങ്ങനെ കുത്തിപ്പറിക്കുകയാണ്. ഇങ്ങനെ വോയിസ് ഇങ്ങനെ ഒരു അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഉള്ള കേസായതുകൊണ്ട്, അത് നാർക്കോട്ടിക്കൽ കേസായതുകൊണ്ട്, NDPS കേസായതുകൊണ്ട് അതിൻ്റെ ആ കോടതിയും അതുപോലെ തന്നെ ആ ന്യായാധിപൻ്റെ പേരൊന്നും ഞാൻ പൊതുവേദിയിൽ പരാമർശിക്കപ്പെടുന്നില്ല. അദ്ദേഹം വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് അദ്ദേഹം വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ വോയിസിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടത്. കാര്യം അണ്ടർ ഇൻവെസ്റ്റിഗേഷനുള്ള കേസായതുകൊണ്ട് എങ്ങനെ എവിടെ പറയണം എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വോയിസ് കേട്ടുകയാണ്. അദ്ദേഹം ടോണി ജോൺ എന്ന് പറയപ്പെടുന്ന കോഴിക്കോടിലെ ഡെപ്യൂട്ടി തഹസിൽദാർ, അദ്ദേഹം മകനെ അറസ്റ്റ് ചെയ്യുകയാണ്. കടുത്ത മയക്കുമരുന്ന് കൈവശം വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. വാദപ്രതിവാദം അവസാനം ജാമ്യം നിഷേധിച്ചുകൊണ്ട് വിഴു ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. കുട്ടിയെ കൊണ്ടുപോയി, 21 വയസ്സുള്ള മകനെ. 21 വയസ്സിനെ കൊണ്ടുപോകുന്ന സമയത്ത് കോടതി മുറിക്കകത്ത് അദ്ദേഹം തളർന്ന് നിലത്ത് വീണു. സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന് നിലത്ത് വീഴുന്ന നിമിഷത്തിനകത്ത് ഒരച്ഛൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി. അങ്ങനെ അപമാന ഭാരത്താൽ നേരെ കാക്കനാട്ടിലുള്ള ഭാര്യ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ താമസിക്കുക. വക്കീലേക്ക് ഏർപ്പാടാക്കി, നല്ല വക്കീലിലേക്ക്. വക്കീൽ പറഞ്ഞു, കോഴിക്കോട്ടേക്ക് പോയിക്കോളൂ, ജോലി ചെയ്തോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ജോലി ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല, പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. മകൻ ജയിലിനകത്ത് കിടക്കുകയല്ലേ, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ മിണ്ടാട്ടം നഷ്ടപ്പെട്ട ഈ അച്ഛൻ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ 2-ന് 9-ാം തീയതി പിടിക്കുന്നു, 11-ാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ 9-ാം തീയതി ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. 10-ാം തീയതി പുലർച്ചെ ഞായറാഴ്ച ദിവസം കുർബാനയിൽ പങ്കെടുക്കാനായി അമ്മയും ഏക മകളും പള്ളിയിലേക്ക് പോകുമ്പം അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് വീട്ടിൽ നിന്ന് ടോണി ഞാൻ വീട്ടിൽ നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ തിരിച്ചു വന്നപ്പം വീടിൻ്റെ ആ കുലായിൽ രക്തം തളം കെട്ടി കിടക്കുന്നതിനകത്ത് കമിഴ്ന്ന് കിടക്കുന്നു ടോണി എന്ന് പറയപ്പെടുന്ന കോഴിക്കോട് ഡെപ്യൂട്ടി തഹസിൽദാർ. അങ്ങനെ പെട്ടെന്ന് വണ്ടി കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോയി ആശുപത്രി എത്തുമ്പോഴേക്കും ആൾ മരണപ്പെട്ടു. ഹൃദയം പൊട്ടി ഒരു മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ഫ്യൂണറൽ പങ്കെടുക്കാൻ, ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സെമിത്തേരിയൊക്കെ പോയി കാണാനായി ആ മകന് അനുമതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വക്കീലും ഈ ഹൃദയം തകർന്ന അമ്മയും കോടതി മജിസ്ട്രേറ്റിന് മുമ്പിലെത്തി. ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് ഫ്യൂണറൽ പങ്കെടുക്കാൻ അപേക്ഷ വായിച്ചപ്പോൾ തന്നെ ഈ വോയിസിട്ട ന്യായാധിപൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാവും അദ്ദേഹം അത് പറയണം, വക്കീൽ പറയണം. ശേഷം ഒരിക്കലും ജാമ്യം കൊടുക്കാൻ നിർവാഹമില്ല, അത്രമേൽ കടുത്ത മയക്കുമരുന്നാണ് പിടിക്കപ്പെട്ടത്. അവസാനം ആ ഉത്തരവിൽ ഇങ്ങനെ എഴുതി, ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു ഉപാധികളോടെ. വിഴൂർ സെൻട്രൽ ജയിലിൽ എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ഒരു നിർദ്ദേശം കൂടെ കത്ത് വെച്ചു, മനുഷ്യത്വപരമായ നിർദ്ദേശം. യാതൊരു കാരണവശാലും യൂണിഫോമിൽ എസ്കോട്ടിങ് ചെയ്യരുത്, എസ്കോട്ടിൽ യൂണിഫോമിൽ പോകരുത്, സിവിൽ ഡ്രസ്സിൽ പോയിട്ട് എടുക്കണം. അങ്ങനെ ആ ഫ്യൂണറൽ പങ്കെടുപ്പിക്കണം. വീണ്ടും ഈ ഉത്തരവ് വാങ്ങി പുറത്തേക്ക് വീണ്ടും ഈ വക്കീൽ തിരിച്ച് വീണ്ടും പോയി ചോദിച്ചു, ഇതിന് ശേഷം ആ കുഞ്ഞു പെങ്ങളോടും അമ്മയോടും ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം അനുവദിക്കാമോ? അപേക്ഷ വീണ്ടും വാങ്ങി ന്യായാധിപനടി വീണ്ടും എഴുതി മനുഷ്യത്വപരമായ ഒരു ഉത്തരവോടെ എഴുതി വെച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം വോയിസ് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവർ, ഇന്നലെ വരെ സുന്ദരമായ ഉപാധികളില്ലാതെ വീടുകളിൽ ഓടിക്കളിച്ച് നടക്കാൻ പറ്റിയ സന്തോഷവും സമാധാനമുണ്ടായ കുടുംബത്തിൽ നിന്നൊരു മകനെ വിലങ്ങ് വെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ നീതിപീഠത്തിൻ്റെ മുമ്പിൽ ആ ദുരന്തം ഏറ്റുവാങ്ങി അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചപ്പം ആ മരണാനന്ദ ചടങ്ങിൽ കാണാനും ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ഒരമ്മ ഒരു മകന് വേണ്ടി നീതിപീഠത്തോട് ഹൃദയം പൊട്ടി കെഞ്ചുന്ന അവസ്ഥയ്ക്ക് പ്രബുദ്ധ കേരളം വഴിമാറിപ്പോയല്ലോ എന്ന് അദ്ദേഹം ഹൃദയം പൊട്ടിക്കണ്ട വോയിസ് ഇട്ടിരിക്കുന്ന അദ്ദേഹം. ഞാൻ എൻ്റെ വീട്ടിൽ ഈ വോയിസ് ഇട്ടപ്പോൾ എൻ്റെ ഭാര്യ ഡോളിക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പം എൻ്റെ മകൻ ഹോസ്റ്റലിലാണ്, ഫറൂഖ് കോളേജ് ഹോസ്റ്റലിലാണ്. അപ്പം തന്നെ എൻ്റെ ഭാര്യ അവിടെ കുറേ നേരം ഇരിക്കുകയാണ് രാവിലെ തന്നെ. ഈ വോയിസ് എന്നെ വല്ലാതെ ഇന്ന് വേദനിപ്പിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾ എവിടെ പോകുന്നു, ആരാണ് കൂട്ടുകാർ, എവിടെ വരുന്നു, ഏത് സമയത്ത് പോകുന്നു എന്നൊക്കെ കൃത്യമായി നിങ്ങൾ അന്വേഷണം നടത്തണം. നിങ്ങൾ അത് അന്വേഷണം നടത്തിയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അവിടെ ഒരുപക്ഷെ നിങ്ങൾ അന്വേഷണം നടത്തുമ്പോൾ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കരുത്. സ്നേഹത്തിൻ്റെ അന്വേഷണങ്ങൾ നടത്തണം, സ്നേഹത്തിൻ്റെ യാത്രകൾ അവർക്കൊപ്പം നടത്തണം. അവരുടെ കൂട്ടുകാരെ നിങ്ങൾ തിരിച്ചറിയണം, അവരുടെ കൂട്ടുകാർക്ക് നിങ്ങൾ വിരുന്നൊരുക്കണം. ഒരിക്കലും നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ നിങ്ങൾ അധിക്ഷേപിക്കരുത്. ഒരുപക്ഷെ പല ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാരണം എന്നോട് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ കൂട്ടുകാരൊന്നും ഇഷ്ടമല്ല, എൻ്റെ ഉമ്മച്ചി വീട്ടിൽ ഞാൻ ഓരോ കുറ്റം പറയുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യും, അതായത് വലിയ സങ്കടം, ഇങ്ങനെ പറയാറുണ്ട് പലപ്പോഴും. അവൻ്റെ ചങ്കാണ് അവർ, പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഹൃദയം പകുത്തു കൊടുക്കുന്നവനെ നിങ്ങൾ പഴി പറഞ്ഞാൽ നിങ്ങളാണ് ചവിറ്റുകൊട്ടയിൽ പതിക്കപ്പെടുന്ന. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചവിറ്റുകൊട്ടയില്ല നിങ്ങളുടെ സ്ഥാനം. വിളിക്കണം,
മനോഹരമായ കസേര ഉണ്ടാവും വീട്ടിനകത്ത്. നമ്മുടെ തുണികൾ തുടച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറയണം. അലമാരയ്ക്കകത്ത് മനോഹരമായി തിളങ്ങുന്ന നല്ല ഗ്ലാസുകൾ ഉണ്ടാവും. അതിഥികൾക്ക് വേണ്ടി മാത്രം കാഴ്ചയൊരുക്കുന്ന സ്ഫടിക ഗ്ലാസ് എടുക്കണം. അത് നന്നായിട്ട് കഴുകണം. ഫ്രിഡ്ജ് തുറക്കണം. നല്ല ചെറുനാരങ്ങ നോക്കിയെടുക്കണം, കേടാകാത്തത്. എന്നിട്ട് മുറിക്കണം. മുറിച്ചിട്ട് 2 കഷ്ണം അതിൽ പിഴിയണം. നിറയെ പഞ്ചസാര ഇടണം. തണുത്ത വെള്ളം ഒഴിച്ചതായിട്ട് ഇളക്കിയിട്ട് 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തിട്ട് മോൻ കുടിക്കെന്ന് പറയണം. നമ്മുടെ മകന്റെ കൂട്ടുകാരോട് പറയും മോൻ കുടിക്ക് എന്ന് പറയണം. അടുത്തിരിക്കണം. അവന്റെ കണ്ണുകളിലേക്ക് നോക്കണം. സ്നേഹത്തിന്റെ നോട്ടം. ആ സമയത്തായിരിക്കും ഒരുപക്ഷെ വീട്ടിലേക്ക് ഉപ്പ കടന്നു വരുന്നത്. ആ വെള്ളം കുടിക്കുന്ന മാത്രമല്ല, അവൻ ചാടി എഴുന്നേക്കും പേടിച്ചിട്ട്. അനുഭവം അങ്ങനെയാണ് അവനെ പഠിപ്പിച്ചത്. ഉപ്പ പറയണം ഇരിക്കിരിക്കി എന്ന് പറയണം. ഉപ്പ വാച്ച് പോലും അഴിക്കരുത്. ഷർട്ടിന്റെ പോക്കത്ത് പൈസ എടുത്തോ പേന എടുത്തോ ചാവി എടുത്തോ തൂക്കാൻ പോലും സമയം മെനക്കെടുത്തരുത്. അവൻ്റെ അടുത്തിരിക്കണം. അവന് ഒരു വലിയ സ്ഥാനം, കൺസിഡറേഷൻ കൊടുക്കണം, പരിഗണന. അവൻ്റെ അടുത്തിരിക്കണം. എന്നിട്ട് അവനെ തന്നെ നോക്കി ആ വീട്ടിലെ അമ്മയും ഉപ്പയും നിങ്ങളുടെ മകൻ്റെ കൂടെ ആ മകൻ്റെ കൂട്ടുകാരനെ സ്വീകരണം നടത്തണം. കുറച്ച് കുശലേഷം മതി, ഒരു 5 മിനിറ്റ് മതി. എന്ന ശേഷം ഉണ്ടിട്ട് പോകാം എന്ന് പറയണം. ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നമ്മളും എഴുന്നേക്കണം, യാത്രയാക്കണം. തീർച്ചയായിട്ടും ഒരു 5 സ്റ്റെപ്പ് അവൻ നടന്നിട്ട് തിരിഞ്ഞു നോക്കും. നിങ്ങളെ കണ്ണ് നിറഞ്ഞോണ്ട് തിരിഞ്ഞു നോക്കും. എനിക്കിന്നുവരെ കിട്ടാത്ത ഒരു പരിഗണന തന്നിരിക്കണു എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന്. അവൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ എഴുതിയിടണം ഹൃദയത്തിൽ. ചുവരിലല്ല, ഹൃദയത്തിൽ എഴുതിയിടണം. ആ മകനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ മകനെ സ്നേഹിക്കുന്ന കൂട്ടുകാരനെ നിങ്ങൾ സ്നേഹിക്കണം. ഇവൻ വരാൻ വൈകി കഴിഞ്ഞാൽ അവനെ വിളിക്കണം. എവിടെയാ അവനെ കണ്ടോ എൻ്റെ മോനെന്ന് ചോദിക്കണം. എൻ്റെ മോൻ അവനെ കണ്ടോ എന്ന് ചോദിക്കണം. അവനിലൂടെ ഇവനെ ചേർത്ത് പിടിക്കണം. ഇവനിലൂടെ അവനെ ചേർത്ത് പിടിക്കണം. അവനിലൂടെ ഇവനെ ചേർത്ത് പിടിക്കണം. ഇതാണ് പരസ്പരപൂരകങ്ങളായ കൊടുക്കൽ വാങ്ങലുകൾ. ഇതെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നോ? ഇതിന് പ്രത്യേകിച്ച് മനഃശാസ്ത്രം പഠിക്കൊന്നും വേണ്ട. ഇതിന് പ്രവാചക സന്ദേശത്തിൽ പറയുന്ന പോലെ കൈകളെയും തുറന്നു പിടിക്കാൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. കൈ തുറന്നു പിടിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളംകൈയിലേക്ക് കടന്നു വരും. അങ്ങനെ കരങ്ങൾ തുറന്നു പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കൂടുതൽ നീട്ടുന്നില്ല, സമയം കുറേയായി. എനിക്ക് ഇത്രയും സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് ഈ ഓഡിറ്റോറിയത്തിനകത്തുനിന്ന് ഒരാൾ പോലും പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് എന്നെ കൂടുതൽ സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയത്. അത് ഈ സംഘാടകരുടെയും ഈ നാടിൻ്റെയും ആലത്തൂരിൻ്റെയും ഒക്കെ സ്നേഹവും ഇതാണെന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയപ്പെടട്ടെ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ സ്വാതന്ത്ര്യപ്പെടെ സൂചിപ്പിച്ച് എൻ്റെ ഈ സംഭാഷണം ഞാനിവിടെ പൂർത്തിയാക്കാം. നമ്മളൊക്കെ ഇന്ന് കൂടിയിരിക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, ഒരു ചെറിയ ചർച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു സമ്മേളനത്തിനുമാണ്. ഒരുപക്ഷെ വിളിക്കുന്ന ഓരോരുത്തരും ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ബി ഡൺ നൗ? എനിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും? വീണ്ടും ഒന്നുകൂടെ പറയാം. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാനിവിടെ. എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടും എൻ്റെ മകൾ പറഞ്ഞിട്ടും എൻ്റെ പള്ളി കമ്മിറ്റി പറഞ്ഞിട്ട് ഞാനിത് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ഇടയ്ക്കൊക്കെ ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന ആളാണ്. ഇടയ്ക്ക് ഇന്നാളൊക്കെ 1-2 വട്ടമൊക്കെ ആരും അറിയാതൊക്കെ മൂപ്പർ 2 ബെഗൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് പുറത്തും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എപ്പോഴും പരിപാടിയൊന്നും മൂപ്പർക്കില്ല. ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അനിയത്തിക്ക് ഏട്ടത്തിക്ക് മാത്രമേ കാര്യം അറിയുള്ളൂ. എൻ്റെ ഭർത്താവിന് പുക വലിക്കുന്നുണ്ട് സാറേ. 15 വർഷമായിട്ട് പുക വലിക്കുന്നതിന് നിർത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ തലമത്തോട്ട് സത്യം ചെയ്ത്, എൻ്റെ വയറ്റത്തോട്ട് സത്യം ചെയ്തിട്ട്, കുട്ടിയുടെ തലത്തോട്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് മൂപ്പർക്ക് നിർത്താൻ പറ്റുന്നില്ല. എന്താ ഞാൻ കാട്ടേണ്ടത്? എൻ്റെ ഭർത്താവ് ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, പോക്കറ്റിൽ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ മൂപ്പരില്ല. അവിടെ നിന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി, റോട്ടിൽ നിന്ന് കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇങ്ങനെ ശരാശരി ഒരുപാട് ചോദ്യങ്ങളുമായിട്ടൊക്കെ ഒരു ചെറിയ സദസ്സിൽ കേൾക്കാനും കാണാനൊക്കെ വന്നവരായിരിക്കും നിങ്ങൾ. ഒരുപക്ഷെ ആരാ സമ്മർദ്ദത്താലോ നിർബന്ധത്താലോ അല്ലെ മക്കളുടെ ഭാവി നാളെ എന്താകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വന്നവരായിരിക്കാം നിങ്ങൾ. എന്നും ആയിക്കോട്ടെ. പക്ഷേ ഈ ചോദ്യം നിങ്ങളെല്ലാവരും മനസ്സിനോട് ചോദിക്കുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ബി ഡൺ നൗ? ഇനി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഒരുപക്ഷെ ഞാൻ ആദ്യം തുടങ്ങി വെച്ചിരുന്നു പറഞ്ഞൊരു മൊബൈൽ ഫോൺ. നിങ്ങളുടെ എല്ലാം മൊബൈൽ ഫോണുണ്ട്. ഒരു കുഞ്ഞിനെ എങ്ങനെ വേണം, ഒരു കുഞ്ഞിനെ ഇന്നിൻ്റെ കാലത്ത് ഈ ലോകം നേരിടുന്ന ദുരന്തം എന്ന് പറയപ്പെടുന്ന 2 ദുരന്തമാണ്. സൈബർ അഡിക്ഷൻ, ഒന്ന് ഡ്രഗ് അഡിക്ഷൻ. ഈ സൈബർ അഡിക്ഷൻ നമുക്ക് അവയർനെസ് കൊണ്ട്, നമുക്ക് കരുതൽ കൊണ്ട്, സ്നേഹം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവരാൻ പറ്റും. സൈബർ അഡിക്ഷൻ ഒരു സേഫ്റ്റി, നമുക്കൊരു സേഫ് സോണിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്കൊരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ വേണം. ഈ സാധാരണ ഇൻ്റർവെൻഷൻ പോരാ. എവിടെയും കൊണ്ടിട്ട് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുടങ്ങുമ്പത്തി വെള്ളം ഒഴിക്കുന്ന പോലെ ആവും. കുറേ കുട്ടികൾ കേൾക്കും, കുറേ അതിൽ വിടും, ഒരു പശ്ചാത്തലമൊന്നും ഉണ്ടാവില്ല. അവൻ പഴയ പോലെ ആവും, പിന്നെയാവും.
കൃത്യമായിട്ടുള്ള ഒരു അക്കാഡമിക് നോളജുള്ള നല്ല സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സംവിധാനത്തിലൂടെ കുട്ടിയെ ഒരു നിരന്തരമായ ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് കടുത്ത സിന്തറ്റിക് ഡ്രഗ് അടിമപ്പെട്ട കുട്ടികളെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലാത്തത്തോളം കാലം ഒരു ചെറിയ ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു ചെറിയൊരു പ്രോസസ്സിംഗ് മാത്രം ഒരു ലോങ് ടൈം പ്രോസസ്സിംഗായി മാറ്റണമെങ്കിൽ ഇത് രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്ക് നല്ല കരുതലും ചേർത്ത് പിടിക്കലും ഉണ്ടാവണം എന്നുള്ള കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിലേക്ക് വീണ്ടും വരികയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളെ മകളെ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ എല്ലാ കാര്യത്തും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരുടെ മൊബൈൽ ഫോണിനകത്ത് വാട്സപ്പ് എടുത്ത് നോക്കി എത്രയോ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിനകത്തൊക്കെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? കേവലം ഒരു 1-2 സൗഹൃദത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ? അത് നാടിന് നന്മയ്ക്കാണോ? പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും ആണോ? അല്ലെങ്കിൽ ഇവിടുത്തെ വയോജനം ബന്ധപ്പെട്ടുകൊണ്ടാണോ? ശിശു സൗഹൃദ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇവിടുത്തെ വ്യവസ്ഥിതി ഒന്ന് എനിക്ക് എൻ്റെ സ്നേഹം കൊണ്ട് തിരികെ പിടിക്കാനാണോ? എന്തിനാണ് ഞാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയക്കകത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ ട്വിറ്ററും അതുപോലെ തന്നെ ഇത്രയും ഗ്രൂപ്പുകൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ഇതിനകത്ത് പല ആശയങ്ങളും സംവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ പങ്ക് എന്താണ്? ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കുഞ്ഞു മകളെയൊക്കെ ഒരുപക്ഷെ നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ അടുക്കളയ്ക്കകത്ത് പ്രിയപ്പെട്ട ഉമ്മമാർ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ആ മകനോടൊന്ന് പറയണം, ഒരു പാട്ട് പാടാനോ കവിത പറയാനോ രചന പറയാനോ ചിത്രം വരയ്ക്കാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്കെതിരെ ഒരു ചെറിയ മെസ്സേജ് കൊടുക്കാനൊക്കെ പറഞ്ഞാൽ, ഒരു ആംഗ്യപ്പാട്ട് പാടാൻ പറഞ്ഞ ഒരു പ്രശ്നം ഒരു മോണാക്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആ കുഞ്ഞ് ചെയ്യുന്ന ചെറിയ ചില പ്രവൃത്തികൾ ഒരുപക്ഷെ നമ്മുടെ ഗ്രൂപ്പുകൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ അത് കാണുന്ന മാത്രമേ നമ്മളെല്ലാം അതിൻ്റെ അടിയിൽ കുറേ ലൈക്കും കുറേ പ്രോത്സാഹനമൊക്കെ കൊടുത്താൽ ഒരുപക്ഷെ ആ കുഞ്ഞ് അത് കാണും. എങ്ങനെ കാണുന്ന വൈകുന്നേര സമയങ്ങളിൽ നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞോളത് കണ്ടോ, നീ ചെയ്തതിന് എത്രയോ ലൈക്കാണ് കിട്ടിയിരിക്കും, എത്രയോ പേരാണ് എൻ്റെ കുഞ്ഞിനെ അഭിനന്ദിച്ചിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലുണ്ടാവുന്ന ഒരു സന്തോഷം എത്രമാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവർ? ആ കുഞ്ഞിലുണ്ടാവുന്ന ഒരു മാനസികമുണ്ടാകുന്ന സന്തോഷം കേവലം വാക്കുകൾക്ക് അതീതമാണ്. അവൻ്റെ ഹൃദയത്തിനകത്ത് കുഞ്ഞു ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു സർഗാത്മകതയ്ക്ക് അതിരുകളില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ പിന്നെ സർഗാത്മക ക്രിയേറ്റിവിറ്റിക്കും അതിരുകളില്ല. അവന്റെ ചിന്തകൾ വഴിമാറും. ലഹരിക്കെതിരെ ഒരു വാർത്ത കണ്ടാൽ അവൻ സസൂക്ഷ്മം ശ്രദ്ധിക്കും. ഒരു സിഗരറ്റിന്റെ കുറ്റി പുകയുന്ന കണ്ടാൽ അവൻ സസൂക്ഷ്മം ശ്രദ്ധിക്കും. ഒരു ആൻസിന്റെ കവർ കണ്ടാൽ അവൻ ശ്രദ്ധിക്കും. കാര്യം എന്താ? അതിലൂടെ ഒരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ അവൻ പ്രാപ്തനാകുന്ന കുഞ്ഞു ചിന്തകളെ അവന്റെ കുഞ്ഞു മസ്തിഷ്കത്തിനകത്ത് അവൻ മനനം ചെയ്യും. വീണ്ടും അവൻ മൊബൈൽ ഫോൺ എടുക്കും, അതിനകത്ത് സംസാരിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു അറിവുകളെ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അവന്റെ കൂടെ വണ്ടിക്കകത്തിരുന്നിട്ട് നാടിനകത്ത് ബോധവൽക്കരണം നടത്തുന്ന മിടുക്കനായ ഒരു മകന്റെ ഉമ്മയും ഉപ്പയുമായിട്ട് ഒരുപക്ഷെ അവന്റെ കൂടെ ചാരത്തിരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വിധി കൽപ്പിക്കപ്പെടും. ഒരുപക്ഷെ അവനെ ഏത് ദുരന്തത്തിലേക്കും ഏത് കാട്ടിലേക്കും ലഹരിയുടെ മഹാദുരന്തത്തിലേക്കും ആ മകനെ നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ പറ്റും. സുബോധത്തിൽ പോയവൻ സുബോധത്തിൽ തിരികെ വരും. കാര്യം എന്താ? നന്നേ ചെറുപ്പത്തിൽ തന്നെ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മകന് ലഹരി ബോധവൽക്കരണത്തിന്റെ ആദ്യ പാഠങ്ങളും അറിവുകളും പകർന്നു കൊടുത്ത ഒരു മകനാ എൻ്റെ മകൾ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് ഈ മഹാസമരത്തിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ പക്ഷെ പലരും വീട്ടിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല. പലരും കൊണ്ടുവരേണ്ട മക്കളെ ഒന്ന് കൈപിടിച്ച് നിർബന്ധം ഇവിടെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും വീട്ടിൽ എല്ലാവരുമായിട്ട് ഇവിടെ വരണമെന്ന് ഒരു വലിയൊരു അജണ്ടയോടെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഓഡിറ്റർ സ്ഥലം തികയില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുത്താൽ, കരുതൽ കൂടുതൽ കൊടുത്താൽ, അവരുടെ ക്രിയേറ്റിവിറ്റി സർഗാത്മക കൂടുതൽ കരുതൽ കൊടുത്താൽ. ഞാൻ 2 ദിവസം മുമ്പ് സെന്റ് മേരീസ് സ്കൂളിൽ പോയിരുന്നു, അവിടെ കോടഞ്ചേരിയിൽ. അവിടെ പോയപ്പോൾ അമ്മ വേദിയിൽ അവിടെ എല്ലാവരും ഇരിക്കുന്നത് വലിയ സദസ്സായിരുന്നു. അവിടെ ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയും ആ വേദിയിലുണ്ടായിരുന്നു, ഡോക്ടർ കഴിഞ്ഞൊരു കുട്ടിയും. ആ വേദിക്കകത്ത് ഞാൻ സിസ്റ്ററോട് സംസാരിച്ച സിസ്റ്റർ പറഞ്ഞു, ഫിലിപ്പ് സാർ ഞങ്ങളുടെ വേദിക്കകത്ത് ഞങ്ങളുടെ സ്വാഗതഗാനവും അതിന് ശേഷമുള്ള പല പരിപാടിയിലും ഞങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രിയേറ്റിവിറ്റി ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. വലിയ സന്തോഷം. അതൊരുപക്ഷെ സംസ്ഥാന സ്കൂൾ ദിവസം നടന്നപ്പോൾ, റവന്യൂ കലോത്സവം ഇവിടെ നടന്നപ്പോൾ, ഈ തിരൂർ നടന്നപ്പോഴൊക്കെ നമ്മൾ വേദികൾ എഴുതി വെച്ചിരിക്കുന്ന ആ നോട്ടീസിനകത്തൊക്കെ ലഹരിക്കെതിരെയുള്ള ചില മുൻകരുതലുകൾ കൊടുത്തിരുന്നു. പണ്ടൊന്നും കാണാത്ത ചില കരുതലുകൾ കൊടുത്തിരുന്നു. കരുതൽ എവിടെയും ഉണ്ട് അല്ലേ? സിനിമാ തിയേറ്ററിൽ പോയപ്പോഴും ഉണ്ട്. ശ്വാസകോശം സ്പോഞ്ച് കൊള്ളയാണ്, ഇതൊക്കെ ഉണ്ട്. മുൻകരുതൽ എവിടെയുണ്ട്. പക്ഷേ ബോധ്യങ്ങളൊന്നും ബോധ്യപ്പെടുത്തലുകളായി മാറുന്നില്ല. അതാണ് നാടിൻ്റെ ദുരന്തം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെയൊക്കെ ചേർത്ത് പിടിക്കാം. അൻഷിത എന്ന പെൺകുട്ടിക്ക് ഒരു കടയിൽ വെച്ചിട്ട് ലഹരിയുടെ ദുരന്തത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് കഴിയും അല്ലേ? ഞാൻ മഹേഷ് പങ്കെടുത്തൊരു പരിപാടിയിൽ ഒരു കത്ത് വായിച്ചു. കത്ത് ടീച്ചർ ഇങ്ങനെ വായിച്ചത്. ആ കത്ത് ഇങ്ങനെ വേറൊന്നുമല്ല. അവളെ കത്ത് എഴുതി, പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് ബവിത, 10 പഠിക്കുന്നു, മാനവ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു, എൻ്റെ കണ്ണിതാ നിറയുന്നു. ഇപ്പോൾ സമയം രാത്രി 11:20. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് എന്ന കുട്ടി നിങ്ങളുടെ കടയിൽ നിന്നാണ് ക്യാൻസർ പൊതി വാങ്ങി ഉപയോഗിക്കുന്നത്. ഇന്നാണ്
ഫിലിപ്പ് സാറിനെ മഹേഷ് സാറിൻ്റെ ക്ലാസ്സുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഹാൻഡ്സ് എന്ന് പറയപ്പെടുന്ന സാധനം ശരിക്കും ക്യാൻസർ പൊതിയാണെന്ന് മനസ്സിലാക്കിയത് ഇന്നാണ്. എൻ്റെ കണ്ണിതാന്നറിയുന്നു. എൻ്റെ കത്ത് വായിച്ച ശേഷം നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്തു മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം ബബിത 10C മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ. കത്ത് പൂർത്തിയാക്കി ആ കത്തിനിടയിൽ 2 വരി അവൾ എഴുതിയ മുടിക്ക് എന്തായിരുന്നറിയാമോ? പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തികൾ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരായി എന്ന് നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയുന്ന സമയത്ത് ഒപ്പ എന്ന സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഈ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കിട്ടാണ് ആ കുട്ടി ആ കത്ത് പൂർത്തിയാക്കി ഒട്ടിച്ചു. സ്കൂളിൽ പോയി കത്ത് അവിടെ കൊടുത്തു. എന്താ ചോദിച്ചു, വായിക്കാൻ പറഞ്ഞ് പോയി. വൈകുന്നേരം തിരിച്ചു വരുന്നത് പേടിച്ച് കടയിൽ നോക്കിയോ കട ഷട്ടർ അടഞ്ഞു കൊടുക്കുന്നു. 4ാമത്തെ ദിവസമാണ് കത്തുമായിട്ട് പ്രധാന അധ്യാപിക അദ്ദേഹത്തെ നിർബന്ധിച്ച് വീട് വിളിപ്പിക്കുന്നു. PTA മീറ്റിംഗ് ചെറിയ ഹാളിനകത്ത് വിളിക്കുന്നു. ഞാനും മഹേഷോടെ പോകുന്നു. അവിടെ വെച്ചിട്ട് ക്ലാസ് ടീച്ചറും HM PTA കമ്മിറ്റി എല്ലാവരും ഉണ്ട്. കത്ത് വായിക്കുകയാണ്. കത്ത് വായിക്കുക തൊട്ടടുത്ത് ഈ മനുഷ്യൻ തലയും കുനിച്ചിങ്ങനെ നിൽക്കുക. ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാം മറുപടി പ്രസംഗത്തിൽ? സാറേ 5 പ്രാവശ്യം ഇന്നെ നിലമ്പൂർ പോലീസിനെ പിടിച്ചിട്ടുണ്ട് ഹാൻഡ്സ് വിറ്റിട്ട്. പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല സാർ. എനിക്ക് കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് സാറേ. 10-40 ബംഗാളികൾ താമസിക്കുന്നുണ്ട് അവിടെ. ആയിട്ടുള്ള അവിടെ വാടകയ്ക്ക് അവിടെ തൊട്ട് താഴെ പലചരക്ക് വീടുണ്ട് സാറേ. അവിടെ ഈ സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പലചരക്ക് കച്ചവടം കിട്ടൂല. ഒരടുത്ത വീട്ടിൽ കടയ്ക്ക് പോകും. അതിന് വേണ്ടി കൊണ്ടുവച്ച സാറേ. സത്യം ഗൾഫിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി 2-3 വണ്ടിയും ഉള്ള ആളാണ് ഞാൻ. സത്യം പിന്നെ 5 വട്ടം പോലീസ് പിടിച്ചിട്ടുണ്ട് നിലമ്പൂർ പോലീസ്. അപ്പോൾ അതിന് പൈനടിച്ച് ഞാൻ പോരും ചെയ്യും. പോലീസിനെ അറിയാം ഞാൻ വലിയ മോശക്കാരൊന്നുമല്ല. പക്ഷേ എൻ്റെ കണ്ണ് തുറപ്പിച്ച് ഈ മോള്, എൻ്റെ കണ്ണ് തുറപ്പിച്ച് ഈ അൻഷതനായി പൊന്നുമോളാണ്. അങ്ങനെ എത്രയോ അൻഷതമാർക്ക് ജന്മം കൊടുത്ത അമ്മമാർ അവിടെ ഇരിക്കുന്നത് അറിയാം. ആലത്തിയൂരിൻ്റെ ദേശത്ത് എത്രയോ അൻഷതമാർക്ക് ജന്മം കൊടുത്ത ഉപ്പമാരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ പ്രിയപ്പെട്ടവർ. അങ്ങനെ അൻഷതമാരെ പോലെ ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മക്കളെ അവർക്ക് ഉള്ള ഇന്ധനമായി, അവർക്കുള്ള മോട്ടോറുകളായി നമ്മളവരെ അവരുടെ മുൻപിൽ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ സാധിക്കുമ്പോഴാണ് പ്രകാശപൂരിതമായ പ്രകാശം വരുത്തുന്ന നക്ഷത്രങ്ങളെ വിഭാവനം ചെയ്യാൻ, അതേപോലെ തീഷ്ണതയുള്ള വളരെ ചിന്താധാര ശക്തിയുള്ള നല്ല നക്ഷത്രങ്ങളെ, പ്രകാശം വരുത്തുന്ന നക്ഷത്രങ്ങളെ വിഭാവനം ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കുക. അവരുടെ കൂടെ നിന്ന് മുൻപോട്ട് നയിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്നുകൂടെ സാന്ദർഭികമായിട്ടും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. നേരത്തെ ഇവിടെ നമ്മുടെ ബാബുരാജ് സാർ ഇവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം കുറേ നല്ല ക്ലാസ്സുകൾ എടുക്കുകയും നല്ല സംസാരിക്കാൻ എത്തുന്നത്. നിങ്ങളെ ഈ മകനുമൊക്കെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന് മാത്രം സെക്ഷൻ 2 മണിക്കൂർ സെക്ഷൻ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചുരുങ്ങിയ സമയം മാത്രം അദ്ദേഹത്തിന് കൊടുക്കരുത്. ഞാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചതിനാണ് ഞാനിവിടെ സംസാരിക്കാൻ വന്നതെന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയത്. കാര്യം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക ഒരുപാട് ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കാരണം കൃത്യമായ അതിനെ അവലംബിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു അച്ഛനൊക്കെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ വളരെ കുറച്ച് കാര്യം സംസാരിച്ചിട്ടുള്ളൂ. ഒരുപാട് വ്യക്തികളെ, ശിക്ഷകണങ്ങളെ, അതുപോലെ തന്നെ ആളുകളെയൊക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിവും പ്രാപ്തിയുള്ള അച്ഛനാണ്. അവരെല്ലാ വേദി എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷേ നിങ്ങൾ എന്നിലേക്ക് കുറച്ച് കോക്കേഴ്സ് തന്നോ, എനിക്ക് ശ്രദ്ധ തന്നോ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്രമേൽ വലിയൊരു അക്കാഡമി നോളജ് ഒന്നുമില്ല. അനുഭവത്തിന് വിളിച്ചത് കുറച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് സ്വീകാര്യത സോഷ്യൽ മീഡിയ കിട്ടിയിരുന്നു. സ്വീകാര്യത അത് ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പം, അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചപ്പോൾ കുറച്ച് കരുതലും സ്നേഹവും കുറച്ച് കൂടുതൽ കിട്ടി. അപ്പോൾ എൻ്റെ പദസമ്പത്തൊന്നും ഞാൻ വഴിമാറ്റപ്പെട്ടതാണ്. ഞാൻ വായനയ്ക്ക് ഏറ്റവും ഞാൻ വായന ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. വായന ഇഷ്ടപ്പെടാത്ത. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജന്മം കോട്ടയം ജില്ലയാണ്. ഞാൻ ജനിച്ചത് കർമ്മമാണ് മലപ്പുറം ജില്ല. പക്ഷേ ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഏറ്റവും കൂടുതൽ നിങ്ങൾക്കുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലപ്പുറം ജില്ലയിൽ കർമ്മം ചെയ്യാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ പറയും. കാരണം മറ്റുള്ള ദേശത്ത്, ഞാൻ കോട്ടയം ദേശക്കാരനാണ്, പക്ഷേ അവിടെയൊക്കെ നാട്ടിൽ മറ്റുള്ള ദേശത്തൊക്കെ പറയുമ്പോൾ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു വാർത്ത ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഞാനിവിടെ കേട്ടില്ല പറയപ്പെടുന്നു. പക്ഷേ അതൊക്കെ വെറുതെയാണ്. മലപ്പുറത്ത് ജനിക്കുന്ന ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ടീച്ചർമാരും അവരും എല്ലാം ഇവിടെ നിന്നൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ സ്നേഹവും ഇവിടുത്തെ സഹവർത്തിത്വവും ഇവിടുത്തെ സഹാനുഭൂതിയും ഇവിടുത്തെ ആ ഒരു കോർഡിനേഷൻ, ഒരു മനുഷ്യനെ ഇത്രമേൽ താങ്ങി നിർത്താൻ ഒരുപക്ഷെ മറ്റെവിടെയും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മതസ്പർദ്ധയുമില്ല, ഇവിടെ ഒരു കിംവദന്തിയുമില്ല. വലിയ ആളുകൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയപ്പെടുന്ന സമാധാനവും സന്തോഷമുള്ള ഏറ്റവും നല്ല ഒരു നാട് തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല. അതുകൊണ്ട് ഈ മലപ്പുറത്തിനെക്കുറിച്ച് എനിക്ക് എന്നും എവിടെയും മഹത്വത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് മലപ്പുറം ജില്ലയിൽ കൂടുതൽ ഈ ഇസ്ലാം മത വിശ്വാസക്കാരായ മുസ്ലിം സഹോദരന്മാരുടെ മകലുകളിലും അവരുടെ സാംസ്കാരിക സംസ്കൃതികളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ, ഇങ്ങനെ തന്നെയാണ്, അവരെ തൃപ്തിപ്പെടുത്താൻ ഒരുപക്ഷെ ആ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കുറച്ച് ആഴത്തിലുള്ള ഒരു പഠനം നടത്താനായിട്ടാണ് ഞാൻ പരിശുദ്ധ ഖുർആൻ്റെ
പല ആയത്തും ഹദീസുകളൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുമല്ലോ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ പേപ്പറിൽ എഴുതി വെക്കും, ഇങ്ങനെ പല ഹദീസ് ആയത്തൊക്കെ എഴുതി വെക്കും. പിന്നെ എനിക്ക് തോന്നി പല ഹദീസുമായിട്ടും അങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ്റെ 6666 ആയത്തും 114 സൂറത്തിനകത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പല ഹദീസും ആയത്തുകളൊക്കെ മനുഷ്യൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വലിയ സ്നേഹത്തിൻ്റെ മഴയായി, ഒരുപക്ഷെ കാരുണ്യത്തിൻ്റെ മഴയായി, ചേർത്ത് പിടിക്കുന്ന മഴയായി ഒക്കെ പറയാൻ പറ്റുന്ന നല്ല ഒരുപാട് ഉപമകളും ഒരുപാട് അനുവചനങ്ങളും ഒരുപാട് മനുഷ്യത്വപരമായ സഹാനുഭൂതി ഉണർത്തുന്ന ഒരുപാട് വചനവാക്കുകൾ അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു പരിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ബൈബിൾ. പക്ഷേ ബൈബിള് ആദ്യമൊക്കെ ഞാൻ അതിന് പള്ളിയിൽ പോകുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നൊരു വ്യക്തിയായിരുന്നു. വളരെ പെട്ടെന്ന് ജീവിതം ഒരുപക്ഷെ 10ാം ക്ലാസ് തോറ്റ് യാത്ര നാട് വിട്ട് പോയി തിരികെ വന്നു. അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് ഏറ്റുവാങ്ങിയ ശേഷം വിവാഹത്തിന് ശേഷം അട്ടപ്പാടിയുടെ കുന്ന് കയറി സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വട്ടായിലച്ചൻ്റെ വചന പ്രഘോഷണത്തിനകത്ത് നിന്ന് ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്നും ഇന്നും ഒരുപക്ഷെ ജീവിതത്തിനകത്ത് ആരാണ് എനിക്ക് ഇൻസ്പിറേഷൻ പ്രചോദനം നൽകിയെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട വട്ടായിലച്ചനാണ്. വട്ടായിലച്ചൻ്റെ വലിയ ഒരു സ്നേഹവും കരുതലും എന്നോട് പ്രത്യേകം കാണിച്ച ഒരു മമതയുമാണ് ഒരു പക്ഷേ ഇന്ന് ഈ ആലത്തൂർ ദേശത്ത് നിന്ന് പോലും ഞാൻ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയത്. അതുകൊണ്ട് പരിശുദ്ധ ബൈബിളിനകത്ത് ഞാനൊരു ക്രൈസ്തവനായതുകൊണ്ടും ഒരുപക്ഷെ ഞാൻ അതിനെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ പരിശുദ്ധ ബൈബിളിനകത്ത് പലപ്പോഴും ഒറ്റപ്പെട്ടു പോയവനെ താങ്ങി നിർത്തപ്പെടേണ്ട പല വചന സുഹൃത്തുക്കളും പരിശുദ്ധ ബൈബിൾ എടുത്തു പറയപ്പെടുന്നുണ്ട്. പരിശുദ്ധ ബൈബിളിനകത്ത് ലൂക്ക അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്താണെന്നറിയാമോ? തൻ്റെ 100 ആട്ടിൻകുട്ടിയിൽ ഒരു ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ ഇടയൻ ആട്ടിൻകുട്ടി അന്വേഷിച്ച് പോകുന്നുണ്ട്. ആ കുന്നിൻചേരിലൂടെ ഇടയൻ ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഈ 99 അവിടെ നിർത്തിയിട്ട് ഇടയൻ നടന്നു പോകുന്നത്. ആ 99 ഒരുപക്ഷെ ഇടയനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ഇടയൻ എന്തിനാണ് ഈ കുന്നിൻ മേപ്പിൽ നമ്മളെ നിർത്തിയിട്ട് എങ്ങോട്ടോ പോവുകയാണ് ഇടയൻ ഇങ്ങനെ. ആ പോക്ക് ഇങ്ങനെ നോക്കി ഒരുപക്ഷെ 99 ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇടയൻ പോകുന്നത് കാണാതെ പോയ ഒരു ആട്ടിൻകുഞ്ഞിനെ അന്വേഷിച്ചിട്ടാണ്. ആ കുന്നിൻ്റെ മുകളിലൂടെ ആർത്ത് കരയുന്ന ആ കാട്ടിൽ കാത്ത ഒറ്റപ്പെട്ടു പോയ ആ കുഞ്ഞാടിന് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഇടയൻ്റെ ഹൃദയം നുറുങ്ങി ആ ഇടയൻ വേഗതയിൽ അങ്ങനെ നടക്കുകയാണ്. അവസാനം അന്വേഷിച്ച് ഒടുവിൽ ആ കുഞ്ഞാടിനെ കണ്ടെത്തി അതിലെടുത്ത് ആ ചുമലിൽ വെച്ചുകൊണ്ട് ആ കുന്നു കയറി ഈ 99 ഇടത്തിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അതിനുശേഷം ആ ഒന്നിനെ ആ 99 ഇറക്കി വെച്ച് ആ 100 തെളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇടയൻ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയ ആ ഒന്നിന് ആരുമില്ലായിരുന്നു. ആ കൂട്ടത്തിലുള്ള 99 എല്ലാവരും ഉണ്ട്. പലപ്പോഴും ഇങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോകുന്ന, ഒരുപക്ഷെ താൻ തോന്നി തലതെറിച്ച് അധിക പ്രസംഗം എന്നൊക്കെ പറയുന്ന ഒറ്റപ്പെട്ടു പോകുന്നവനെ നമ്മൾ അന്വേഷിച്ച് പോകണം. അവനെയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. അവനാണ് നമ്മൾ വിരുന്നൊരുക്കേണ്ടത്. അവനാണ് നമ്മൾ ബൈബിൾ പറയുന്ന പോലെ, വചനം പറയുന്ന പോലെ, അവനാണ് മുഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കേണ്ടത് അവനാണ്. അപ്പോൾ ഒരുപക്ഷെ സന്മാർഗം നടന്ന പുത്രൻ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടും എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൻ എന്നെ തഴഞ്ഞിരിക്കുന്നു. ധൂർത്തുപുത്രനായ അവനാണല്ലോ എൻ്റെ അപ്പൻ സകലതും സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയും പ്രിയപ്പെട്ടവരെ. പക്ഷേ ഒറ്റപ്പെട്ടു പോയവനെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ കരങ്ങളെ തുറന്നു പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. കൂടുതലും പറയുന്നില്ല. അതേപോലെ തന്നെയാണ് പരിശുദ്ധ ഭഗവത്ഗീത. ഞാൻ ക്ഷേത്രങ്ങളൊക്കെ സംസാരിക്കാൻ പോകുമ്പം പരിശുദ്ധ ഭഗവത്ഗീതയും സനാതന ധർമ്മവും ഒക്കെ അവരോടൊക്കെ ഇങ്ങനെ വായിച്ചപ്പം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയപ്പെടുന്നുണ്ട്. ഭാരതം എന്ന് പറയപ്പെടുന്നത് ഏതൊരു മംഗളകർമ്മവും ഇവിടെ അവസാനിച്ചിരുന്ന ലോകാ സമസ്ത സുഖരോ ഭവന്തു എന്ന വേദമന്ത്രം ചൊല്ലിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സകല ജാതികളെയും ഇങ്ങനെ സ്വീകരിക്കാൻ പഠിപ്പിച്ച സനാതന ധർമ്മത്തിൻ്റെ വലിയ ഒരു ചട്ടക്കൂട്ടിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. സനാതന ധർമ്മത്തിനെ സ്വീകരിക്കാൻ പഠിപ്പിച്ച, സകലരെയും സ്വീകരിക്കാൻ കൂടി സനാതന ധർമ്മം. ശരിക്കും ധർമ്മം എന്ന് പറയപ്പെടുന്നത് ഓരോ മതത്തിനും പറയപ്പെടുന്ന കാമ്പുകളെ സ്വീകരിക്കപ്പെടുന്നവനെയാണ് ശരിക്കും ക്രിസ്ത്യാനിയും ശരിക്കും മുസൽമാനും ശരിക്കും ഹൈന്ദവൻ എന്നൊക്കെ പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ. സകലരെയും സ്നേഹിക്കാൻ പഠിച്ച സനാതന ധർമ്മത്തിൻ്റെ അന്തസ്സത്തിനെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മഹത്തരമായ ഒരു വിശ്വാസ സംഹിതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകമെന്ന് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നട്ടിലെ പരിശുദ്ധ ഭഗവത്ഗീതയാണ്. നമ്മുടെ ശിരസ് പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ആത്മാവ് പരിശുദ്ധ ഏതാണ്? ബൈബിളാണ്. ഇത് മൂന്നും സമന്വയിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇവിടെ സന്തോഷവും സമാധാനവും എല്ലാം ഇവിടെ നിറമാടുന്നത്. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫിലിപ്പ് എന്നെ കൂടെ ഉൾപ്പെടുത്തണേ. കൂടുതൽ യാത്ര ചെയ്യാനും കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാനൊക്കെ കഴിവും പ്രാപ്തിയും നൽകണേ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം.
ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുന്ന പോലീസ് സംവിധാനത്തിൻ്റെ എക്സൈസ് സംവിധാനത്തിനുമൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തം, പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുമ്പോൾ ഒരാൾ പോലും പോയിട്ട് അതിന് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ മുന്നോട്ട് വരുന്നത് കാണാറില്ല. ഓർക്കണം, അങ്ങനെ ആരെങ്കിലും ഒരു കാല് പുറകോട്ട് വെച്ചാൽ ആ വയ്ക്കുന്ന ആൾക്കൊരു ചിന്താഗതി മനസ്സിൽ വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ എവിടെയെങ്കിലും പോയിട്ട് സാക്ഷ്യം പറയേണ്ടി വരുന്നത്. റോഡിൽ എവിടെയെങ്കിലും ഒരാൾ വീണ് കിടന്നാൽ ഒരുപക്ഷെ ഏതെങ്കിലും പോലീസുകാരൻ വന്നിട്ട് ഒരുപക്ഷെ കട നടത്തുന്ന നിങ്ങളോട് ചോദിക്കും, ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നില്ല കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടത് കണ്ടുകിട അറിയും. പെട്ടെന്ന് നമ്മുടെ ചിന്ത മാറുന്നുണ്ട് പലപ്പോഴും. കാര്യം എന്താ? ഒപ്പിടാൻ പറയുന്ന പേടി. ഞാൻ അന്നവിടെ ഇല്ലേ സാറേ, ഞാൻ അപ്പം തന്നെ ഇറങ്ങി പോയിന്ന്. പിന്നെ ആരൊക്കെ അവിടെ കൊണ്ടുപോകാൻ കണ്ടുകിടുന്ന പറയപ്പെടുന്നത് അറിയും. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അന്ന് അവിടെ നടന്നത് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു മകൻ്റെ കയ്യും കാലുകളും ശിരസും ഒരു വെന്റിലേറ്ററൊക്കെ കിടക്കുമ്പോൾ ആ കുടുംബത്തിന് അത്താണി അവനായിരിക്കും. അതുകൊണ്ട് പോലീസ് അത് മാനിപ്പുലേഷൻ ഒരു കേസായിരിക്കില്ല. യഥാർത്ഥത്തിൽ ആക്സിഡൻറ്റ് നടന്നു, വണ്ടി ഒന്ന് ഇടിച്ചു, ശരിയാണ്. ഒരു ഇൻഷൂർ തുക കിട്ടാനായിട്ട് കണ്ട കാര്യം നമ്മൾ കണ്ടെന്ന് പറയപ്പെടണം. എൻ്റെ ആദ്യത്തെ അപേക്ഷയാണ്. ഒരുപക്ഷെ 2 പ്രാവശ്യം ചിലപ്പോൾ കോടതി നമ്മൾ പോകേണ്ടി വരും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു അതൊന്നും പീഡിയ കൊലയിലോ ആളുടെ എന്നിട്ട് നമ്മൾ പറയരുത്. നമ്മൾ പഴയ കാലത്തിലല്ല പുതിയ കാലത്ത് ജീവിക്കണം. നമ്മൾ പറയരുത്. ഒരുപക്ഷെ 2 അല്ല 3 പ്രാവശ്യം വേണമെങ്കിലും നീതിന്യായ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കണ്ട കാര്യം കണ്ടു എന്ന് പറയാൻ കോടതി വരാതെ പോയി സമയം മെനക്കെടുത്തി ആരോ ഊരും പേരും അറിയാത്ത ഏതോ ഒരു ഉമ്മയ്ക്കും ഉണ്ടായ ഒരു മകന് വേണ്ടിയിട്ട് രക്തം റോട്ടിൽ വീണ് ആ മാംസം അരഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട അവൻ്റെ ജീവൻ്റെ ദശാംശം ഒരു കുടുംബത്തിന്, എത്തിയമായ കുടുംബത്തിന് അത് ഉപകാരപ്പെടുമാകുമെങ്കിൽ, നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവന് ഉപകാരപ്പെടുമെങ്കിൽ, എത്ര സമയം മെനക്കെടുത്തിട്ടാണെങ്കിലും, എത്ര ജോലി മാറ്റിയിട്ട്, എത്ര കടകൾ ഷട്ടർ താത്തിയിട്ടാണെങ്കിലും നമ്മൾ പോയി കോടതി വരാൻ നിന്നുകൊണ്ട് ആ നീതിന്യായ വ്യവസ്ഥയോട് കണ്ടു എന്ന് നമ്മൾ വാദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ പോലീസ് എക്സൈസ് ഒക്കെ പിടികൂടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, ഒരു സീസർ മത്സരം ഇവിടെ വെച്ച് ഞങ്ങൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, എന്ത് തയ്യാറാക്കി? ഞാനില്ല, അങ്ങനെ ഒന്നുമല്ല, ഇവിടെ വെച്ച് ഞങ്ങൾ ഈ സാധനം ഇവിടെ വെച്ച് ഞങ്ങൾ തൂക്കുന്നതും അത് എഴുതുന്നതൊക്കെ കണ്ടു എന്ന് പറയുന്ന ഒരു സീസർ മത്സരത്തിനകത്ത് നിങ്ങൾ ഈ സംഭവ സ്ഥലത്തിനകത്ത് ഈ സീസർ മത്സരങ്ങൾ ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ ആ സംഭവം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ പേരും അഡ്രസ്സും പറയുന്നത് ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട. ഈ മൈക്കിലൂടെ ഞാൻ സ്വമേധ വിളിച്ചു, ഒരു പേടി മടി, കണ്ട കാര്യം നമ്മൾ കണ്ടു തുറ, ഒരു പേടി നമ്മൾ പേടിക്കണ്ട. ഒരുപക്ഷെ നാട് പോകുന്ന ദുരന്തത്തിനകത്ത് ദുരന്തത്തെ പിടികൂടി നാമമാത്രമായ ഒരു എക്സൈസ് സംഘം പോലീസ് സംഘം പിടികൂടി അവരവിടെ വെച്ചിട്ട് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ ഒരുപക്ഷെ കണ്ട കാര്യം ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്സിനകത്ത് വേണം, ഒരു പൊതു ഇടത്ത് വേണമെന്ന് പറയപ്പെടുമ്പോൾ അവിടെ നമ്മൾ കണ്ട കാര്യം കണ്ടു എന്ന് പറയപ്പെടാൻ ഒരിക്കലും മടി കാണിക്കരുതേ എന്നൊരു അപേക്ഷയാണ്. അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ലഹരിക്കെതിരെ യുദ്ധം നടത്താനായി എങ്ങനെ യുദ്ധം നടത്തുന്നത് എങ്ങനെയാണ്? ഇവിടേക്ക് അമ്മമാരുണ്ട്, തട്ടം വിട്ട വളകളുടെ അമ്മമാരെ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസ സംഹിത നിന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ തെരുവിലിറങ്ങുന്ന സമയത്ത് തെരുവിലിറങ്ങണം. എങ്ങനെ തെരുവിലിറങ്ങേണ്ടേ? ലഹരിക്കെതിരെയുള്ള ഒരു വലിയ മഹാസമ്മേളനത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളെല്ലാം കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരുപക്ഷെ അടുപ്പുകൾ കത്തിക്കാതെ വീടുകളെ എങ്ങനെ കുറ്റിയിട്ട് പൂട്ടിയിട്ട് ഒരുപക്ഷെ നമ്മൾ നിരത്തുകൾ ഇറങ്ങണം. നമ്മുടെ യാത്രകളെ കണ്ടുകൊണ്ട് ഒരുപക്ഷെ നഗരം ഇങ്ങനെ വിറങ്ങലിക്കണം. എങ്ങനെ വിറങ്ങലിക്കേണ്ടത്? ലഹരിക്കെതിരെ അമ്മമാരും എല്ലാവരും കുട്ടികളും മക്കളും എല്ലാം തെരുവുകളിലൂടെ നടന്നു പോകുന്ന കണ്ടിട്ട് ലഹരി വിൽപ്പന നടത്തുന്നവരെല്ലാം ഉൾമാളകളിലേക്ക് ഓടി ഒളിക്കണം. ഒരുപക്ഷെ നമ്മൾ കച്ച മുറുക്കി കെട്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവർക്കൊക്കെ ഇവിടുന്ന് അന്യദേശത്തേക്ക് അവർ ഓടിപ്പോവും. ആ അന്യദേശത്തേക്ക് ഇതുപോലെ ജാഗ്രതയുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് ഓടിപ്പോവും. അങ്ങനെ സകലമായ ഇടങ്ങളിലും അന്വേഷണാത്മകമായ ജാഗരൂകരായ നാടിനെ സ്നേഹിക്കുന്ന തലമുറകളെ സ്നേഹിക്കുന്ന ആളുകൾ എവിടെല്ലാം തിങ്ങിപ്പാർക്കുന്നു അവിടെല്ലാം ഇത്തരത്തിലുള്ള ജാഗരൂകരായ ആളുകൾ വസിക്കപ്പെടും. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവും. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾ ഈ വിൽപ്പനക്കാരാണ് അവരുടെ നിന്ന് ഓടി ഒളിച്ചോളും. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും എക്സൈസും സംയുക്തമായിട്ട് ഇവിടുത്തെ ദേശങ്ങളും എല്ലാം ഒന്നുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിനൊക്കെ നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലും പറയുന്നില്ല. ഇത്രയും നേരം നിങ്ങൾ ഒരാൾ പോലും പോകാതെ എന്നെ കേട്ടു, ഏറെ സന്തോഷം. പിന്നെ ലൈവ് ആരോ വിടുന്നു? ലൈവ് നിങ്ങളെയാണോ ലൈവ്? നമ്മുടെ പള്ളിയുടെയാണോ ലൈവ്? പള്ളിയുടെയാണ്. അപ്പം പള്ളിയുടെ ലൈവ് ഇവിടെ വിടുന്നുണ്ട്. ആ ലൈവിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾക്ക് മാന്യത പാലിക്കണം. അതുപോലെ തന്നെ കാര്യം എന്താ വെച്ചാൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഇതൊക്കെ പറയപ്പെടുമ്പോൾ പലപ്പോഴും അതിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം എന്താ വെച്ചാൽ ലഹരിയെക്കുറിച്ച് എപ്പോഴും ആധികാരികമായിട്ടും ഇതിനെ ഒരു വശ്യതയോട് കൂടിയിട്ട് അതിനതൊരു സേഫ് സോൺ എന്നുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്ന പലരും സംസാരിക്കാറുള്ളത്. അപ്പോൾ ഞെട്ടിക്കണ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് കൂടെ പറഞ്ഞ് നിർത്താം. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു നല്ല, അദ്ദേഹം എന്നോട് പേര് പറയുന്നത് പരാമർശിക്കപ്പെടുന്നില്ല, നല്ല ഹയർ സ്റ്റഡി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞ് എങ്ങനെയാണ്, സാർ കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന സാർ വിക്കിപീഡിയ കയറി കണ്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചതാണ്. കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിനെ വിക്കിപീഡിയ കയറിയിട്ട് പരിശോധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് പരിശോധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരവിടെ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ആ ചോദ്യം
നിങ്ങളെല്ലാം ഓർത്തോളൂ, കഞ്ചാവ് എന്ന് അറിയപ്പെടുന്ന വസ്തു 17 ഡിഗ്രി മുതൽ 8 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെ ശൈത്യമുള്ള മഞ്ഞ് പെയ്യുന്ന മഴക്കാടുകളിൽ നല്ല വളക്കൂറുള്ള മണ്ണിൽ 40-50 സെൻറ്റിമീറ്റർ ഉയരത്തിലോ താഴ്ച വളർന്നൊരു ഔഷധ ചെടിയാണ് കഞ്ചാവ്. കഞ്ചാവിനെ കുറിച്ച് ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും പറഞ്ഞിട്ടുണ്ട് 154 വരുന്ന അസുഖങ്ങളുടെ ദിവ്യ ഔഷധമാണ് കഞ്ചാവ്. ഈ കഞ്ചാവ് ശരിക്കും ഈ കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന സാധനം മനുഷ്യൻ്റെ ശരീരത്തിനകത്തേക്ക് നേരിട്ട് ഉപയോഗിച്ചാൽ പൗരസർ പറഞ്ഞ പോലെ ചിത്തഭ്രമം ബാധിക്കും. ഇൻഡയറക്റ്റായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ശരീരത്തിനകത്ത് മരുന്നായി ഭവിക്കപ്പെടുക. ഇൻഡയറക്റ്റ് മറ്റൊരു മരുന്നിൻ്റെ മരുന്നിൻ്റെ സഹായത്തോടെ ഉപയോഗിക്കും. പ്രത്യേകിച്ച് കോട്ടയ്ക്ക് വേദശാലയൊക്കെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഡ്രഗ് ലൈസൻസോട് കൂടി മദനകേസരി പോലുള്ള മാനസിക വിഭ്രാന്തിയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനങ്ങൾ. പക്ഷേ തലമുറകൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന രാജ്യത്ത് അനുമതി ഉണ്ടല്ലോ, ആ രാജ്യത്ത് അനുമതി ഉണ്ടല്ലോ, പല എഴുത്തുകാരും ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയപ്പെടാറുണ്ട്. പക്ഷേ OMV പോലുള്ള പ്രഗത്ഭരായ എഴുത്തുകാരും ചിത്രകാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണോ? ഇവിടെയൊക്കെ നിങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട വിനോദനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇത് ചിരി തോന്നുന്നുണ്ടോ മനസ്സിലാകത്ത്. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ കുട്ടികളുടെ ഒരു മറുവാദങ്ങളാണ്. കഞ്ചാവ് ഒരു പ്രകൃതിദത്തമായ ചെടിയാണ്, അതിന് ഒരു സൈഡ് എഫക്റ്റ് ഇല്ല, അത് ശരീരത്തിലുണ്ടാക്കുന്നത് വേറൊരു ചിന്തയാണ്, ഡൊഫാമിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, അതുകൊണ്ട് തെറ്റില്ല, അത് മറ്റുള്ള സിന്തറ്റിക് ഡ്രഗ് പോലെയല്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. തെറ്റാണ്, തീർത്തും തെറ്റാ പ്രിയപ്പെട്ടവരെ. അതൊക്കെ ശരീരത്തിനകത്ത് കഞ്ചാവ് വലിച്ചിട്ടോ കഞ്ചാവ് ഉപയോഗിച്ചിട്ടോ ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ പ്രകാശം പരത്തുന്നതായിട്ട് ചരിത്രത്തിലെ ആളുകൾ എവിടെ നമുക്ക് കാണാൻ പറ്റൂല. ചിത്തപരം ബാധിച്ച് ഉൾവലിഞ്ഞ് കണ്ണ് കുഴിഞ്ഞ് ശിരസ് നനഞ്ഞ് മുടി വളർത്തി അവൻ ചിത്തപരമനായി വീടുകളിലേക്ക് ഉൾവലിഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരന്ന് വഴിമാറ്റപ്പെട്ട് ഒരു ഉത്തരവാദിത്വ ബോധം ഏറ്റെടുക്കാനോ ആരോഗ്യപരമായ കുടുംബം നയിക്കപ്പെടാനോ ആരോഗ്യപരമായ ദാമ്പത്യം നയിക്കപ്പെടാൻ പറ്റാതെ അവൻ ശിഷ്ടകാലം ആരാലും വെറുക്കപ്പെട്ടുകൊണ്ട് ജീവിച്ച് ശിഷ്ടകാലം ഒഴിവാക്കപ്പെടുന്ന ചരിത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനൊന്നും നമുക്ക് ഒരു ന്യായീകരണം അതിനകത്തില്ല. ഇപ്പം തലമുറകളൊന്നും സിഗരറ്റ് വലിക്കാറില്ല. കാരണം അവന് തീയുണ്ട്, പുകയുണ്ട്, ചാരമുണ്ട്, അവർക്കറിയാം ചാരമായി പോകുന്നു. പക്ഷേ അവരുടെ ഇന്റേണൽ ഓർഗൻസത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുകൂടെ പറഞ്ഞില്ലെങ്കിൽ നഷ്ടമാവും. കാരണം അവരുടെ ഇന്റേണൽ ഓർഗൻസിനകത്തേക്ക് നമ്മുടെ മക്കൾ ഏതെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ വല്ല സിഗരറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കറിയാം. ഒരു സിഗരറ്റ് കൊടുത്തിട്ട് എന്താണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ പഴയതുപോലെ ഒന്നും അല്ല. പഴയതൊക്കെ കുട്ടികളൊക്കെ പല രീതിയിൽ പഴയ സിനിമയിലൊക്കെ കാണുന്ന സിഗരറ്റ് മുറിച്ച് കളയും, ഗ്ലാസ്സിൽ കുറേ അടിക്കും, കുറേ ഇങ്ങനെയൊക്കെ വലിക്കും. സിനിമാ നടന്മാർ വലിക്കുന്നവരൊക്കെ വലിക്കും ഒക്കെ ചെയ്യും. ഇപ്പോൾ എന്താ, പുകയുണ്ട്, തീയുണ്ട്, മണമുണ്ട്, ദുർഗന്ധമുണ്ട്, എല്ലാം അറിയാം. അതുകൊണ്ട് അതൊന്നും വാങ്ങാൻ ഇപ്പോൾ ഒന്നും തലമുറക്കൊന്നും ഇഷ്ടമില്ല. ഇപ്പോഴത്തെ ന്യൂജനായ കുട്ടികൾക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. അതെല്ലാം മുറുക്കാൻ അതിനെ വായിക്കാത്തൊക്കെ അറിയാം, അതൊന്നും ഇഷ്ടമൊന്നുമില്ല. ഈ എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പഠനം നടത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിലെ നാഷണൽ എക്യുപ്മെന്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറിയുടെ പഠനം അത് എത്തിച്ചിരിക്കുന്നത് 2022 അപ്ഡേറ്റ് ചെയ്തപ്പെട്ട പഠനം അവർ നടത്തിയ പഠനത്തിന് മെഡിക്കൽ ബുള്ളറ്റിൻ്റെ പഠനം പറയുന്നത് ഈ MDMA കുറിച്ചുള്ള പഠനം എത്തി നിൽക്കുന്നത് മെത്തിലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നറിയപ്പെടുന്ന 29 ആറ്റങ്ങളുടെ സങ്കലനമായ ഈ പറയുന്ന ഈ MDMA മനുഷ്യ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദുരന്തത്തെക്കുറിച്ച് നാഷണൽ എക്യുപ്മെന്റ് ഹെൽത്ത് ഫിസിക്കൽ ലബോറട്ടറിയുടെ പഠനം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ശരാശരി നമ്മുടെ വീട്ടിൽ ഒരു സാധാരണ ഒരു പെൺകുഞ്ഞിന് ഒരു കള്ളത്തരമോ കാപ്പട്യമോ ഇല്ലാത്തൊരു കുട്ടിയെ അന്യസംസ്ഥാനത്ത് പഠിക്കാൻ വിട്ടു. അവിടെ പോയപ്പം അവിടെ ഒരു കൂട്ടുകെട്ടുണ്ടായി, സംവിധാനം ഉണ്ടായി. ഒരു കഫേയിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു കോഫി ഷോപ്പിൽ എവിടെയും പോയി ഇരിക്കുന്നു. അപ്പുറത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി ദുരുദ്ദേശപരമായ ചിന്ത വെച്ച് കുട്ടിയെ ഒന്ന് പാട്ടിലാക്കണം, ഇല്ലെങ്കിൽ ആ രീതിയിലേക്ക് വഴിമാറ്റപ്പെടണമെന്ന് ചിന്തിച്ചാൽ വാക്കുകൊണ്ടോ പ്രണയം കൊണ്ടോ ഒരുപക്ഷെ മെസ്സേജ് കൊണ്ടോ അവളെ പാട്ടിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ധാർമ്മിക മതപരമായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മോണിറ്റേഷനോ നമ്മുടെ നമ്മുടെ മഹിമ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ആ ബോർഡറിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റില്ല. കാരണം അവൾക്കറിയാം അവളുടെ ധാർമ്മിക ഉത്തരവാദിത്തം എന്താണെന്നും സാമൂഹ്യ നീതി എന്താണെന്നും അവളുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണെന്ന് അറിയുന്നതുകൊണ്ട് അവളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അത്തരത്തിലുള്ള ഒരു കുഞ്ഞിനെ നിഷ്പ്രയാസമായി ഇന്നത്തെ ഈ കാലത്ത് ലഭിക്കുന്ന ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഒരുപക്ഷെ ഒരു അപരൻ മുമ്പിരിക്കുന്ന ഒരുത്തൻ തൻ്റെ നഖത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന എത്രമാത്രം MDMA ആണോ, എത്രമാത്രം കടുത്ത ലഹരി സിന്തറ്റിക് ഡ്രഗ് ഏതാണോ ആ സാധനം ഗ്ലാസ്സിനകത്തേക്കൊന്ന് വിരൽ നമർത്തി മുമ്പിലിരിക്കുന്നവർക്ക് കൊടുത്താൽ ആ ഇന്റേണൽ ഓർഗൻസിലേക്ക് ചെന്നാൽ അവരുണ്ടാക്കുന്ന ഒരു ശരീരത്തിൻ്റെ ഒരു ബോഡിയുടെ ഒരു ചേഞ്ച് ഉണ്ട്, ബോഡിയുടെ ശരീരത്തിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു താളത്തിൻ്റെ ചേഞ്ച്, ആ ശരീരത്തിൻ്റെ ചേഞ്ചാണ് ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന വലിയ ഒരു ചേഞ്ച്. ഈ കുട്ടി ഒരിക്കലും അറിയുന്നില്ല. ഈ അടുത്തിടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോയിരിക്കുന്ന ഒരു വണ്ടി. ഈ വണ്ടിയുടെ ഫ്രണ്ടിനകത്ത് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ഥാപനത്തെ പേര് പറയുന്നില്ല. ബാംഗ്ലൂരിൽ നിന്നാണ് വണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. എറണാകുളത്തെത്തിയ വണ്ടി 27/7/2000 ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. 27/7/2022 ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടത്. 27/7/2022 ഓർക്കണേ. 3/8/2022
വണ്ടി എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്, കൊച്ചി നേവൽ ബേസിൽ. മൂന്നാർ വഴിയൊക്കെ കറങ്ങിയിട്ടാണ് വണ്ടി പോയത്. 35 ചരിത്ര വിദ്യാർത്ഥികളെ വണ്ടിക്കകത്ത് 2 എസ്കോർട്ടിംഗ് ടീച്ചറുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ ക്യാപ്റ്റൻ റോയി എന്നറിയപ്പെടുന്ന അവിടുത്തെ മോട്ടിവേഷൻ സ്പീക്കർ ക്ലാസ് എടുത്തുന്ന സമയത്ത് 2 കുട്ടികൾ ഇങ്ങനെ ഇവരുടെ ഇടയിൽ നിന്നിട്ട് വല്ലാതെ അസ്വാഭാവികത പ്രകടിപ്പിക്കുന്നുണ്ട്. നോക്കുമ്പോൾ 2 മെയിൽ ക്യാരക്ടറാണ്, 2 ഫീമെയിൽ ക്യാരക്ടറും അവർ സമാന്തരമായി അവരുടെ കോഷ്ടികൾ കാണിക്കുന്നുണ്ട്. ശേഷം മെസ്സാളിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് ഇവർക്കൊരു ബ്രീഫിംഗ് കൊടുത്ത് യാത്രയ്ക്കാൻ നിൽക്കിയപ്പോൾ ഒരു ഫോട്ടോ സെഷനിൽ നിന്ന് പോയി ക്യാപ്റ്റൻ റോയിക്ക് ഈ 4 പേരെയും ഈ ക്യാപ്റ്റൻ റോയി ശ്രദ്ധിച്ചു. മിടുക്കനായ ആ പട്ടാള ഉദ്യോഗസ്ഥൻ ഈ 4 പേരെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം, അദ്ദേഹം ചെന്നെത്തിയത് ഈ ഇവരുടെ എസ്കോർട്ട് ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾ 27/7/2022 ബാംഗ്ലൂരിൽ നിന്ന് വന്നത്, ഇന്ന് 3/8/2022. നോക്കണം, ഇത്ര ദിവസമായിട്ടും ഈ കുട്ടികൾ ഒരു ക്ഷീണവും ഒരു കാണിക്കാതെ ഇങ്ങനെ അവരുടെ ചേട്ടനും ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ചോദിച്ചപ്പം ഉണ്ടായ ദുരന്തം ഇവരുടെ വീടുമായി ബന്ധപ്പെട്ടു. അവസാനം ബാംഗ്ലൂരിലെത്തി അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ 2 പെൺകുട്ടികളും ഈ 2 ആൺകുട്ടികളും MDMAക്ക് 6 മാസം അഡിക്റ്റഡ് MDMA ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ഈ 2 കുട്ടികളും ഇത് അറിയാതെയാണ് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, MDMA ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയാണ്, നമ്മുടെയൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ദുരന്തത്തിൻ്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ നമ്മളെല്ലാം സ്വീകരിക്കണം. ആ ഒരു ചിന്ത മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. MDMA എന്നറിയപ്പെടുന്ന സാധനം നിഷ്പ്രയാസമായിട്ട് ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിയുടെ ആന്തരികത്തിലേക്ക് കടത്തിവിടാൻ പറ്റും. എങ്ങനെ ഒരു സൗഹൃദ സദസ്സിലോ ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ കുടിക്കുന്ന ഒരു ജ്യൂസ് ഷോപ്പിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ആ ഗ്ലാസ്സിനകത്ത് അറിയപ്പെടാതെ കൊടുക്കുക. കാര്യം രുചിയില്ല, മണമില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. രുചിയും മണമില്ല എന്നാണ് ദുരന്തം. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി, രണ്ടാമത് ഉപയോഗിക്കാൻ ആരും നിർബന്ധിക്കേണ്ട. രണ്ടാമത് ഉപയോഗിക്കാൻ ആരും നിർബന്ധിക്കേണ്ട. ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അഡിക്റ്റഡ് ആകുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ കില്ലർ ഡ്രഗ്സ് കാറ്റഗറി എന്ന നാമത്തിലാണ് ഇത് വിശേഷിക്കപ്പെടുന്നത്. വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി? ഒറ്റത്തവണ ഉപയോഗിച്ച് രണ്ടാമത് ഉപയോഗിക്കാൻ മനസ്സ് വേണ്ടെന്ന് പറയും, ശരീരം വേണമെന്ന് പറയും. ഒന്നുകൂടെ പറയാം, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ ശരീരം രണ്ടാമത് ഉപയോഗിക്കാൻ വേണമെന്ന് പറയും, മനസ്സ് വേണ്ടെന്ന് പറയും. മനസ്സെന്താ വേണ്ടെന്ന് പറയാൻ കാരണം എന്താ? മനസ്സ് വേണ്ടെന്ന് പറയാൻ ഇതിനകത്ത് കയറി നെറ്റിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും 6 വർഷം കൊണ്ട് മരിക്കുമെടാ, പല്ലുകൾ പൊടിഞ്ഞു പോകും, ചിത്തഭ്രമം ബാധിക്കും, ആരോഗ്യപരമായ കുടുംബം നയിക്കാൻ പറ്റൂല, ഒരു വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ്, DD സെൻ്ററിലൊന്നും പോയിട്ട് കാര്യമില്ല, ജീവിതം കഴിഞ്ഞു. അതുകൊണ്ട് മനസ്സ് പറയും വേണ്ട വേണ്ട വേണ്ട, ശരീരം സമ്മതിക്കൂല, ഒറ്റപ്പെട്ട ഉപയോഗത്തോടു കൂടി അഡിക്റ്റഡ് ആവും. അതുകൊണ്ട് വലിയ ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിനെ നമ്മൾ കാണേണ്ടതുണ്ട്, ആ ദുരന്തത്തിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് നമ്മൾ തുരത്തി ഓടിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബോധ്യവും ബോധവൽക്കരണങ്ങളുമാണ്. അതുകൊണ്ട് കണ്ണ് തുറന്നിരിക്കുക, കാതുകൾ തുറന്നിരിക്കുക, ആ ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുകയാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥന വീണ്ടും ഉണ്ടാകണം. പറഞ്ഞു കുറേ സമയം ഞാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ ഈ വിടർന്ന കണ്ണുകളും നിങ്ങളുടെ കാതുകളും ഒക്കെ എന്നെ സമർപ്പിതമായതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇങ്ങനെ സംസാരിച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകും ചോദിക്കലും മാന്നലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തുമായിരുന്നു. കാരണം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇത്രയും സമയം സംസാരിച്ചത് മാത്രം പറഞ്ഞുകൊണ്ട് കണ്ടവർക്കും കേട്ടവർക്കും ലൈവ് മീഡിയയ്ക്കും സദസ്സിലും വേദിയിരിക്കുന്ന സർവർക്കും പ്രത്യേകിച്ച് ലൈവ് കാണുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ലൈവ് കാണുന്നവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ മറക്കണ്ട. ഷെയർ ബട്ടൺ താഴെയുണ്ട്. ഷെയർ ചെയ്താൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പോയാൽ ഒരു ബോധ്യം മറ്റുള്ളവർക്ക് പെടുത്തി കഴിഞ്ഞാൽ ആ ബോധ്യത്തിന് ഉത്തരവാദി സംസാരിക്കുന്ന എന്നെ പോലെയും കേൾക്കുന്ന നിങ്ങൾക്കും അതിൻ്റെ നന്മയും നമുക്ക് ഒരു കൂലിയായിട്ട് ഭവിക്കപ്പെടുന്ന കാര്യം മാത്രം ഓർത്തുകൊണ്ട് എല്ലാവർക്കും 2023 ജാനുവരി 20 മനോഹരമായ ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയെ കൂടി ഉൾപ്പെടുത്തുക. അമ്മയുടെ സുഖമില്ലാത്തൊരു അമ്മയാണ്. എൻ്റെ മകൾ അമ്മയ, മകൻ അഭിനവ്, ഭാര്യ ഡോളി, അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. കാര്യം എൻ്റെ വീട് സന്തോഷവും സമാധാനവും ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് എനിക്കും ആരോഗ്യപരമായി സംസാരിക്കാനും യാത്ര ചെയ്യാനുള്ള മാനസിക നിലയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് മുഴുവനും, പ്രത്യേകിച്ചും ആലത്തിയൂരിൻ്റെ ജമാഅത്ത് മഹല്ല് കമ്മിറ്റിക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ സകല വിശ്വാസികൾക്കും എല്ലാവരും ഒന്നു ചേർന്നിട്ടാണ് ഇത് നടത്തിയെന്നറിയാം. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹം അർപ്പിച്ചു നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.